Okay, thank you for joining us. First of all, welcome all of you. നമ്മൾ ഇഗ്നോയിൽ എസ്പെഷ്യലി ഇഗ്നോയിൽ ഡിഗ്രി ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കുള്ള സ്റ്റുഡൻസിനുള്ള പ്രോഗ്രാമായിട്ടാണ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇഗ്നോയിൽ ഡിഗ്രി സ്റ്റുഡൻസ് അല്ലാത്ത വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയിക്കുക. ജസ്റ്റ് ഒന്ന് കൈ വയ്ക്കാം. ഇഗ്നോ ആണെങ്കിൽ ഇഗ്നോ ആണെന്ന് പറഞ്ഞോളി. ഇഗ്നോ അല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും അറിയിച്ചോളൂ. ഇഗ്നോക്കാരൊക്കെ ഒന്ന് ഇഗ്നോ ഒന്ന് ടൈപ്പ് ചെയ്തോളിട്ടോ. ഓക്കെ, ഓൾമോസ്റ്റ് ഏകദേശം ആൾക്കാരൊക്കെ ഇഗ്നോ സ്റ്റുഡൻസ് തന്നെയാണ്. ഓക്കെ, അജ്മൽ സാറിന്റെ വീഡിയോ ഓഫ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് സെഷനിലേക്ക് കടക്കാൻ തോന്നും. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനുള്ളത് നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടനിൽ നിലവിൽ ബിസിനസ് സൈക്കോളജിയിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്ന അജ്മൽ സാറാണ്. അജ്മൽ സാറ് നമ്മുടെ സൈക്യു ഫാക്കൽറ്റി കൂടിയാണ്. അപ്പോൾ ആദ്യമായി അജ്മൽ സാറിനെ നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഞാൻ ആദ്യം സൈക്യു ലേണിങ്ങിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ സൈക്യു ലേണിംഗ് എന്ന് പറഞ്ഞത് ഇഗ്നോയിലെ BA BCH സൈക്കോളജി കോഴ്സ് ഡിഗ്രി ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഒരു ചെറിയ ട്യൂഷൻ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നിലവിൽ നിങ്ങൾ ഓൾറെഡി പല ഇൻസ്റ്റിറ്റ്യൂഷനിലും പല ട്യൂഷൻ സെൻ്ററുകളിലും ജോയിൻ ചെയ്തവരുണ്ടാവാം, ജോയിൻ ചെയ്യാത്തവരുണ്ടാവാം. എനിവേ, നോ പ്രോബ്ലം. നമുക്ക് പല ഇൻസ്റ്റിറ്റ്യൂഷനിലും ലഭിച്ച വിവരമനുസരിച്ച് വലിയ 10,000 അതുപോലെ 15,000 ഒക്കെ പേയ്മെൻറ്റ് വാങ്ങിയിട്ട് ക്ലാസ് കൊടുക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ആ ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ സൈക്യു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഒരു സ്റ്റുഡൻറ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി രൂപത്തിൽ വെറും ഒരു വർഷത്തിന് 3,000 രൂപക്ക് നമ്മൾ ട്യൂഷൻ കൊടുക്കുന്നത്. ഓക്കെ, എനിവേ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ പേഴ്സണലായി മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അജ്മൽ സാറ് നിലവിൽ ലൈനിലുണ്ട്. അപ്പോൾ അജ്മൽ സാറിനെ വെൽക്കം ചെയ്യണം. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ സ്ക്രീന് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ഷെയർ ചെയ്തിട്ടുള്ള കാണാൻ പറ്റുന്നുണ്ട്. അപ്പം എല്ലാവരും ഇഗ്നോയിലാണോ പഠിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവരും BA സൈക്കോളജി തന്നെയാണ് ചെയ്യുന്നത്? ഓക്കെ, ഇതിൽ ആരെങ്കിലും വേറെ ഏതെങ്കിലും കോഴ്സ് ചെയ്യുന്നവരുണ്ടോ? ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും കോഴ്സ് ചെയ്യുന്നവരുണ്ടോ? BBA ഓർ കൊമേഴ്സ് ഫീൽഡോ?
ഞാൻ ഫസ്റ്റ് എന്താണ് ബിസിനസ് സൈക്കോളജി എന്ന് പറഞ്ഞതിന് ശേഷം എൻ്റെ UK ജേണി പറയാം. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പം എന്നാ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും കേൾക്കുന്നില്ലേ? ബിസിനസ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഇപ്പം സൈക്കോളജിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ മതിയാവും, ഒരുപാട് പാർട്ടുകളുണ്ട്. അപ്പം അതിൽ ഇപ്പം ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു പാർട്ടാണ് ബിസിനസ് സൈക്കോളജി എന്നുള്ളത്. അതന്നെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഓർഗനൈസേഷൻ സൈക്കോളജി ഉണ്ട്, അതുപോലെ തന്നെ ബിസിനസ് സൈക്കോളജി ഉണ്ട്. അപ്പം രണ്ടും എല്ലാം ഏകദേശം എല്ലാം ഒന്ന് തന്നെയാണ്. അഥവാ ഒരു ബിസിനസ് ഫേമിൽ എന്താ പറയാ, HR ഡിപ്പാർട്ട്മെന്റ്, ഇപ്പം നിങ്ങൾക്ക് അറിയാൻ മതിയാവും, HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ആ HR ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് പൊതുവെ ബിസിനസ് സൈക്കോളജി വരുന്നത്. അപ്പം ബിസിനസ് സൈക്കോളജിയിൽ എന്താണ് ബിസിനസ് സൈക്കോളജി എന്ന് ചോദിച്ചാൽ, ബിസിനസ് സൈക്കോളജി കമ്പൈൻസ് സൈക്കോളജി വിത്ത് ബിസിനസ് സ്ട്രാറ്റജീസ്. അഥവാ ഒരു ബിസിനസ് ഫേമിൽ ഇപ്പം ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതൊരു ബിസിനസ് ഫേമിലായാലും എംപ്ലോയീസിന്റെ വെൽബീങ്, ഹെൽത്ത് ആൻഡ് മെന്റൽ ഹെൽത്ത് വെൽബീങ് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം ഏതൊരു ബിസിനസ് ഫേമിന്റെയും എംപ്ലോയീസ് നമ്മൾ നല്ലപോലെ പണിയെടുത്താൽ, അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ മെന്റൽ ഹെൽത്ത് നന്നായാലും മാത്രമേ ഉള്ളൂ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള എന്താ പറയാ ഒരു പ്രോഗ്രസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ബിസിനസ് സൈക്കോളജി നിലനിൽക്കുന്നത്. അപ്പൊ ആ ഒരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ എന്താ പറയാ HR ബന്ധപ്പെട്ടിട്ടാണ് ബിസിനസ് സൈക്കോളജി ഇപ്പം നിലനിൽക്കുന്നുള്ളത്. അപ്പം ഇപ്പം ബിസിനസ് സൈക്കോളജിയുടെ സ്കോപ്സ് ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് സ്കോപ്പുകളുള്ള, അഥവാ ഇനി വരാൻ പോകുന്ന കാലത്ത് ഇപ്പം നമ്മുടെ ഇന്ത്യയിലൊക്കെ പൊതുവെ കുറച്ചൊരു കുറവാണെങ്കിലും ഇപ്പം അബ്രോഡിലേക്ക് നോക്കുന്ന സമയത്ത് ഹൈ ഡിമാൻഡ് ഉള്ളതാണ് ഈ ബിസിനസ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പം ഈ ബിസിനസ് സൈക്കോളജിയിൽ തന്നെ ഞാൻ പറഞ്ഞു, ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, HR ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ ചേഞ്ച്, ഈ ഭാഗത്തേക്കാണ് നമുക്ക് ബിസിനസ് സൈക്കോളജിന്റെ കാര്യങ്ങൾ പോവുക. HR ഡിപ്പാർട്ട്മെന്റ് നേരെ HR എന്നുള്ളതിലേക്കല്ല നമുക്ക് പോസ്റ്റ് വരിക, ഡെവലപ്മെന്റ് കോർഡിനേറ്റർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് പൊതുവെ ടൈറ്റിൽ വരിക. ഓർഗനൈസേഷൻ സൈക്കോളജിസ്റ്റ്, ബിസിനസ് സൈക്കോളജിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ. അപ്പം നമുക്ക് ആ ഫേമിൽ എങ്ങനെയെല്ലാം അവിടുത്തെ എംപ്ലോയീസിന്റെ വെൽബീങ് കൂട്ടി, അല്ലെങ്കിൽ എങ്ങനെയെല്ലാം അവരുടെ മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ എങ്ങനെയെല്ലാം നമുക്ക് നിന്നുകൊണ്ട് ആ കമ്പനിക്ക് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാം എന്നുള്ള രീതിയിലേക്കാണ് വരിക. അപ്പം ഇപ്പം നമുക്കറിയാം ഒരുപാട് കമ്പനീസ് ഇപ്പം UK തന്നെ, ഇപ്പം നിലവിൽ UK തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു കാര്യമാണ് സൈക്കോളജി അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന കാര്യം. ഏതൊരു ഇപ്പം സൈക്കോളജിസ്റ്റുകൾക്ക് ഇവിടെ വർക്ക് ചെയ്യാം. ഇപ്പം UK ജേർണി പറയുന്ന സമയത്ത് ഞാൻ പറയാം UK എത്രത്തോളം ഇതിന് സ്കോപ്പ് ഉണ്ട് എന്നുള്ളതും, എങ്ങനെയെല്ലാമാണ് ഓരോ രാജ്യത്തിനും എസ്പെഷ്യലി സൈക്കോളജിന്റെ കാര്യത്തിൽ നോക്കുന്ന സമയത്ത് ഓരോ രാജ്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരുപാട് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ അല്ലെങ്കിൽ ലൈസൻസുകൾ നമുക്ക് ആവശ്യമുണ്ട്. അപ്പം ഇപ്പം ഇന്ത്യയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെതായ, ഇപ്പം ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഓർഗനൈസേഷൻ സൈക്കോളജി ഇപ്പം വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പം UKയിലെ യൂണിവേഴ്സിറ്റികളിലാണെങ്കിൽ പോലും ഇപ്പൊ ഏകദേശം 10-15 യൂണിവേഴ്സിറ്റികളിലാണ് പൊതുവെ ബിസിനസ് സൈക്കോളജി ഉള്ളത്. മറ്റുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് അത് പടർന്നു വരുന്നേ ഉള്ളൂ. അപ്പം അത്രയും ഒരു പുതിയൊരു ഫീൽഡാണ് ഈ ബിസിനസ് സൈക്കോളജി എന്ന് പറയുന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ടോപ്പ് കരിയർ എന്ന് പറയുന്നത് HR കൺസൾട്ടന്റിലേക്കാണ് പോകുക. അപ്പൊ ഏറ്റവും കൂടുതൽ ഹൈ സാലറി കിട്ടുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത് HR കൺസൾട്ടന്റ് ആണ്. അഥവാ നമുക്കിപ്പം ഏതൊരു ഇപ്പം നമുക്കറിയാം ഇന്റർവ്യൂ ബോർഡിലൊക്കെ നിൽക്കുന്ന സമയത്ത് അതിലിപ്പം ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാവും ഇന്റർവ്യൂ ബോർഡിൽ. അപ്പം ആ ഇന്റർവ്യൂ ബോർഡിൽ പ്രധാനപ്പെട്ട ഒരു എന്താ പറയാ കാര്യങ്ങൾ നിലനിൽക്കുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾ നോക്കുന്ന ഒരു മെമ്പർ ആയിരിക്കും ഈ ബിസിനസ് സൈക്കോളജിസ്റ്റ് എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് വരുന്ന കാൻഡിഡേറ്റിന്റെ മെന്റൽ ഹെൽത്തിനെ എങ്ങനെയെല്ലാം പരിശോധിക്കുക, അല്ലെങ്കിൽ അവർ എത്രത്തോളം ക്യാപ്പബിൾ ആണ് ഈ പൊസിഷന് എന്നുള്ളത്, അതുപോലെ തന്നെ അവർക്കുള്ള ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക,
കൊഗ്നിറ്റീവ് പരമായിട്ടുള്ള ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള എല്ലാം എന്താ പറയാ ജോലികളാണ് പൊതുവെ ബിസിനസ് സൈക്കോളജിസ്റ്റിന് ഉണ്ടാവാറുള്ളത്. പിന്നെ ഇനി അടുത്തതായി പറഞ്ഞ സമയത്ത് ഈ ബിസിനസ് സൈക്കോളജി ഇപ്പം ബിസിനസ് സൈക്കോളജി പഠിക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് ഇപ്പം UK നോക്കുന്ന സമയത്ത് നമുക്ക് ബാച്ചിലേഴ്സ് ഇൻ സൈക്കോളജി അല്ലെങ്കിൽ BBA വേണം. BBA തന്നെ നമുക്ക് BBA കഴിഞ്ഞ് വരുന്ന ആളുകൾക്ക് HR ഫീൽഡിൽ മിനിമം 5 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഉള്ളൂ UK യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ആഫ്റ്റർ BA സൈക്കോളജി കഴിഞ്ഞതിന് ശേഷം മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് സൈക്കോളജി അല്ലെങ്കിൽ ഒക്യുപ്പേഷണൽ സൈക്കോളജി എന്ത് ചെയ്യണം, റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചെയ്യണം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റീസ് ഉള്ളത്, ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ഉള്ളത് UK നമുക്കറിയാം UK US ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റീസ് MA സൈക്കോളജി അല്ലെങ്കിൽ MSc സൈക്കോളജി പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ഉള്ളത്. പിന്നെ ജോബിനായാലും ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് യുണൈറ്റഡ് കിങ്ഡത്തിലാണ്. UK ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് ബിസിനസ് സൈക്കോളജിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ UK കാര്യത്തിൽ നോക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് ലൈസൻസുകളാണ് നമുക്ക് ഇവിടെ ഒരു ബിസിനസ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. ബിസിനസ് സൈക്കോളജിസ്റ്റ് എന്ന ടൈറ്റിൽ വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരുപാട് എന്താ പറയാ ലൈസൻസിന്റെ റിക്വയർമെന്റ്സ് ഉണ്ട്. കാരണം മെന്റൽ ഹെൽത്ത് എന്നുള്ളത് ഓരോ രാജ്യത്തെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം നമ്മുടെ രാജ്യത്താണെങ്കിൽ നമ്മുടെ രാജ്യത്തിനെയും കൂടുതൽ എന്താ പറയാ ഇമ്പോർട്ടൻസ് നൽകുന്ന ഒന്നാണ് ഇവിടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. കാരണം മെന്റൽ ഹെൽത്തിനാണ് ഇവിടെ ഏറ്റവും ഫസ്റ്റ് ഇമ്പോർട്ടൻസ് നൽകുന്നത് മെന്റൽ ഹെൽത്തിനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബിസിനസിന്റെ കാര്യത്തിൽ അവിടുത്തെ എംപ്ലോയേഴ്സിന്റെ കാര്യത്തിൽ ഇവിടെ അത്രയും എന്താ പറയാ സ്ട്രോങ് ലോസ് ഉള്ള ഒരു കൺട്രി കൂടിയാണ് UK എന്നുള്ളത്. അതുപോലെ തന്നെ നെതർലാൻഡ്സിലും കാനഡയിലും ജർമ്മനിയിലും ഓസ്ട്രേലിയയിലും ഒരുപാട് സ്കോപ്സ് ഉള്ള ഒരു കോഴ്സാണ് MA ബിസിനസ് സൈക്കോളജി അല്ലെങ്കിൽ MSc ബിസിനസ് സൈക്കോളജി എന്ന് പറയുന്നത്. പിന്നെ കീ സർട്ടിഫിക്കേഷൻ ആൻഡ് സ്കിൽസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇപ്പം എല്ലാവർക്കും അറിയാം, നമുക്ക് ലാംഗ്വേജ് ടെസ്റ്റ് വേണം. അപ്പം UK കാര്യത്തിലായാലും അല്ലെങ്കിൽ കാനഡ USA മറ്റേത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലേക്കാണെങ്കിൽ നമുക്ക് IELTS റിക്വയർഡ് ആയിട്ട് വരുന്നുണ്ട്. അഡ്മിഷന് വേണ്ടിയിട്ടാണ് ഈ IELTS വരുന്നത്. ഇപ്പം ജർമ്മനി പോലുള്ള മറ്റു രാജ്യങ്ങളിൽ അഥവാ യൂറോപ്യൻ കൺട്രീസ് നോക്കുന്ന സമയത്ത് നമുക്ക് അവിടേക്ക് അവരുടേതായ ഭാഷ വേണം. ഇപ്പം ജർമ്മനിയിലേക്കാണെങ്കിൽ ഗോതന്റെ ടെസ്റ്റ് പോലെയുള്ള ജർമ്മൻ ടെസ്റ്റുകൾ വേണം. അല്ലെങ്കിൽ സ്പെയിൻ പോലുള്ള മറ്റ് യൂറോപ്യൻ കൺട്രിയിലേക്കാണെങ്കിൽ ഡെലെ പോലുള്ള മറ്റ് ലാംഗ്വേജ് ടെസ്റ്റുകൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. അതിന് ആവശ്യമായിട്ടുള്ള സ്കോർ നമ്മൾ റിക്വയർ ചെയ്യൽ അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ഫീൽഡ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് നമുക്ക് എന്താണ് അത്രയും മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ HR സർട്ടിഫിക്കേഷൻസ് SHRM CP HRIC എന്നൊക്കെ പറയുന്നത് UK നിലവിലുള്ള ഓരോ സർട്ടിഫിക്കേഷൻ കമ്പനീസ് ആണ്. ഇതെല്ലാം HR സർട്ടിഫിക്കേഷന്റെ അടിയിൽ വരുന്നതാണ്. അപ്പം ഇതിലെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു ഹൈ കരിയർ ഗ്രോത്ത് ഉണ്ടാകുകയുള്ളൂ. പിന്നെ മൂന്നാമത്തെ ICF എന്നുള്ള കോച്ചിങ് സർട്ടിഫിക്കേഷൻ കോഴ്സാണ്. പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട സ്കിൽ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. കാരണം നമുക്ക് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ടും അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ ഇടയിൽ നിന്നിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അതുപോലെ തന്നെ നമുക്ക് ഏതൊരു കാര്യത്തെയും അനലൈസ് ചെയ്യാനുള്ള, കാരണം നമുക്കൊരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാണ്ടാവും, അതുപോലെ തന്നെ HR കീഴിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഡാറ്റ അനാലിസിസ്, നമുക്ക് ഇമോഷണൽ ഇന്റലിജൻസ് അങ്ങനെയുള്ള ഒരുപാട് സ്കിൽസ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, വേണ്ടി വരും നമുക്ക് ഒരു ബിസിനസ് സൈക്കോളജിസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന സമയത്ത്. പിന്നെ ടിപ്സ് ഫോർ കരിയർ സക്സസ് ഇൻ അബ്രോഡ് വരുന്ന സമയത്ത് ഞാൻ UK ജേണീന്റെ കാര്യം വരുന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. കാരണം ബിസിനസ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ അത്രയും ഒരു എമർജിങ് ഫീൽഡാണ്.
അപ്പം നമുക്ക് ഇന്റേൺഷിപ്സ് ചെയ്യണം. അതുപോലെ തന്നെ ലാംഗ്വേജ് സ്കിൽസ് ഞാൻ പറഞ്ഞു ഓൾറെഡി. ഇപ്പോൾ UK കാര്യത്തിലാണെങ്കിൽ UK, കാനഡ, ഓസ്ട്രേലിയ, അതുപോലെ തന്നെ മറ്റ് അയർലൻഡ് പോലുള്ള കൺട്രീസിലാണ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ലാംഗ്വേജ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് എംപ്ലോയീസിൻ്റെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ലാംഗ്വേജ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റ് യൂറോപ്യൻ കൺട്രീസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഹലോ മറ്റ് യൂറോപ്യൻ കൺട്രീസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഭാഷകൾ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജർമ്മനിയിലാണ് ജർമ്മൻ ഭാഷയാണ് അവിടെ വേണ്ടത്. കാരണം അവിടുത്തെ എംപ്ലോയീസ് ഭൂരിഭാഗവും ജർമ്മൻ ആളുകളായിരിക്കും. അപ്പം നമുക്ക് ജർമ്മൻ ഭാഷ ഏതാണോ ലാംഗ്വേജ്, ആ ലാംഗ്വേജ് നമ്മുടെ കൈമിൽ വേണം എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമുക്ക് നല്ലൊരു പ്രൊഫൈൽ വേണം, ലിങ്ക്ഡിൻ പ്രൊഫൈൽ വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉള്ളത്. അപ്പം ഇതിലാർക്കെങ്കിലും ബിസിനസ് സൈക്കോളജി എന്നുള്ളതിൽ ആർക്കെങ്കിലും ഇതിന് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം UK ജേണി ഞാൻ പറഞ്ഞുതരാം എങ്ങനെ വന്നു എന്നുള്ളതും, അതുപോലെ തന്നെ എങ്ങനെയെല്ലാം UK അല്ലെങ്കിൽ മറ്റ് കൺട്രീസിലേക്ക് നമുക്ക് ഇഗ്നോയിൽ പഠിച്ചതിന് ശേഷം പോകാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. BA കഴിഞ്ഞ ഒരാൾക്ക് ഇപ്പം BA സൈക്കോളജി ഇഗ്നോന്ന് കഴിഞ്ഞ ഒരാൾക്ക് ഡയറക്റ്റ് IELTS സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്തൂടെ ഇതിന്? അപ്ലൈ ചെയ്യാം. BA സൈക്കോളജി കഴിഞ്ഞ ആളുകൾക്ക് പെട്ടെന്ന് പിന്നെ അപ്ലൈ ചെയ്യാം. നേരെ തിരിച്ച് ഇതിൽ BBA കഴിഞ്ഞവരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴ്സ് കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് എക്സ്പീരിയൻസ് ചില യൂണിവേഴ്സിറ്റി ചോദിക്കുന്നുണ്ട്. ചില യൂണിവേഴ്സിറ്റീസിൽ BA സൈക്കോളജി അല്ലെങ്കിൽ BSc സൈക്കോളജി തന്നെ വേണമെന്നുണ്ട്. സ്കോളർഷിപ്പ് അവൈലബിൾ ആണോ ഇതിന്, ഈ കോഴ്സിന് പഠിക്കാൻ വേണ്ടിയിട്ട്? ഞാനത് UK ജേണിന്റെ സമയത്ത് ഞാൻ എന്ത് ചെയ്യാം, ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയൊക്കെ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതും സ്കോളർഷിപ്പുകളെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതും ഞാൻ ആ ഒരു ഇതിൽ പറഞ്ഞു. അപ്പം ബിസിനസ് സൈക്കോളജി എന്നുള്ളതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിന്റെ സ്കോപ്സിലോ അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പം ചോദിച്ചോളി. മറ്റേത് ഞാൻ എന്ത് ചെയ്യാം UK ജേണിന്റെ സമയത്ത് മുഴുവനായിട്ട് പറഞ്ഞുതരാം. സാറ് പറഞ്ഞല്ലോ ഇതിപ്പം എല്ലാ യൂണിവേഴ്സിറ്റിയിലും എത്തിയിട്ടില്ല, UK സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനെ കുറിച്ച് എല്ലാരും അത്ര അവെയർ ആവണമെന്നില്ലല്ലോ. അപ്പൊ നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞാല് ഇതിപ്പം എല്ലാരും അവെയർ അല്ലാത്തത് കൊണ്ട് തന്നെ അപ്പൊ സ്കോപ്പ് കുറവായിരിക്കില്ലേ ഇത്? ഇല്ല, ഇപ്പൊ സ്കോപ്പ് കൂടി വരുന്ന ഒരു ഫീൽഡാണ് ഇപ്പൊ ഇത്. കാരണം ഇപ്പൊ ഞാൻ പഠിക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടനിലാണ്. ഇപ്പം UK ഒരു 10-15 ഏകദേശം 10 യൂണിവേഴ്സിറ്റികളോളം ഇപ്പൊ ഇംപ്ലിമെന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ എന്റെ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ പോലും പെട്ടെന്ന് മറ്റുള്ള യൂണിവേഴ്സിറ്റിന്റെ പ്രൊഫസർമാർ പോലും ഞങ്ങളെ ഇരുന്നിട്ട് ഈ കോഴ്സ് പഠിക്കുന്നുണ്ട്. കാരണം അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ മെന്റൽ ഹെൽത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് വരികയാണ് എല്ലാ കൺട്രീസും, എസ്പെഷ്യലി UK മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ വെൽബീങ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ്. അപ്പം ഓരോ കമ്പനികളിലും എന്താണ് പറയാ, ഈ ബിസിനസ് സൈക്കോളജിസ്റ്റുകളെ വേണം എന്നുള്ള ഒരു നിർബന്ധ ഘടകമായിട്ട് വരികയാണ്. കാരണം അവർക്ക് അതിൻ്റെതായ റിപ്പോർട്ട് കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് ഒരു ബിസിനസ് സൈക്കോളജിസ്റ്റിനെ വെക്കുക എന്നുള്ളത് അവർക്ക് അത്രയും ഇമ്പോർട്ടൻസ് ആണ്. മാത്രമല്ല നമുക്ക് ബിസിനസ് സൈക്കോളജിസ്റ്റ് എന്ന് മാത്രമുള്ള ഒരു ലെവലിൽ മാത്രമല്ല നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുക. ഇഷ്ടംപോലെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ HR കൺസൾട്ടൻസിന്റെ കീഴിലായിട്ട് തന്നെ ടാലന്റ് അക്വിസിഷൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് സ്കോപ്പുകൾ ഇതിന്റെ അടിയിൽ വരുന്നുണ്ട്. ഇൻഡസ്ട്രിയും ബിസിനസ് സൈക്കോളജിയും തമ്മിൽ എന്താ ഡിഫറൻസ്? ഇൻഡസ്ട്രിയൽ സൈക്കോളജിയും അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ സൈക്കോളജിയും ബിസിനസ് സൈക്കോളജിയും ഇതെല്ലാം ഒരേ ടേമാണ്, ഒരേ സാധനം തന്നെയാണ്. പക്ഷെ ഇപ്പം UK വരുന്ന സമയത്ത് ഓർഗനൈസേഷണൽ സൈക്കോളജി എന്ന് പറയുന്നതും ബിസിനസ് സൈക്കോളജി എന്നുള്ളത് വ്യത്യാസപ്പെടുന്നത് ഒരേ ഒരു സർട്ടിഫിക്കറ്റിന്റെ പേരിൽ മാത്രമാണ് നമുക്ക് വ്യത്യാസം വരുന്നത്. കാരണം നേരെ തിരിച്ച് നമുക്ക് എന്ത് ചെയ്യില്ല, അതിന് ഡെഫിനിഷനിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിൽ നമുക്ക് എവിടെയും ഒരു വ്യത്യാസം വരുന്നില്ല. ജസ്റ്റ് ഒരു ലൈസൻസിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ഈ രണ്ട് പേരുകൾ തമ്മിൽ മാറിയിട്ടുള്ളൂ. അല്ലാതെ ഡെഫിനിഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെയാണ് ബിസിനസ് സൈക്കോളജിന്റെ. മറ്റ് ഫീൽഡിലേക്ക് സ്കോപ്പ് ഉണ്ടോ ബിസിനസ് സൈക്കോളജിക്ക്? അതായത് ബിസിനസ് ഫീൽഡ് അല്ലാതെ മറ്റ് മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിന് സ്കോപ്പ് ഉണ്ടോ? ബിസിനസ് സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ ബിസിനസ് ഫാമിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നേരെ തിരിച്ചിട്ട് ഇപ്പം മെന്റൽ ഹെൽത്ത്, ഇപ്പം നിങ്ങൾ ക്ലിനിക്കൽ സൈക്കോളജിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൈക്കോളജിയാണ് ഇവിടെ വന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഫീൽഡിലേക്ക് മെന്റൽ ഹെൽത്ത് ഭാഗത്ത് മൊത്തത്തിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. പക്ഷെ ബിസിനസ് സൈക്കോളജി ചെയ്തിട്ട് വരുന്ന സമയത്ത് നമുക്ക് എല്ലാ ഫീൽഡിലേക്കും അങ്ങനെ പോകാൻ പറ്റൂല. ബിസിനസിന്റെ ഫീൽഡിൽ മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് ബിസിനസ് സൈക്കോളജിക്ക്. കാരണം നമുക്ക് ആ ഒരു ഫീൽഡിൽ മാത്രമേ പിന്നെ നിൽക്കാൻ പറ്റുള്ളൂ.
അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ UK ഇതിലാണെങ്കിൽ ഇവിടെ ലൈസൻസ് നിർബന്ധമാണ് ഒരു സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ. ഓർഗനൈസേഷണൽ ഒക്യുപ്പേഷണൽ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞ ലൈസൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റ് കാര്യങ്ങളും ക്ലിനിക്കൽ നമുക്ക് എടുക്കാൻ പറ്റില്ല, മറ്റ് ചെറിയ ചെറിയ മെന്റൽ ഹെൽത്ത് കാര്യങ്ങൾ നമുക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ലേ? ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പൊ സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ കൗൺസിലേഴ്സ് ഉള്ളത് പോലെ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിട്ടല്ലേ നമ്മളിത് കാണണ്ടേ? അതെ അതെ, കോർപ്പറേറ്റ് കമ്പനികൾക്കുള്ള ഓരോ കമ്പനികൾക്കുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ് നമുക്ക് ഇത് വരുന്നത്. അല്ലാതെ നമുക്ക് സ്കൂളുകളിലോ നമുക്ക് ഒരിക്കലും ഇത് സ്കൂളുകളിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൽ പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. ബിസിനസ് സൈക്കോളജി കഴിഞ്ഞാൽ നമുക്കൊരു കൗൺസിലിംഗ് വരും, നമുക്ക് കൗൺസിലിംഗ് ചെയ്യേണ്ടി വരും. അത് ബിസിനസിന്റെ ഫേമിലേക്ക് വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ബിസിനസ് സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ MA ബിസിനസ് സൈക്കോളജി MSc ബിസിനസ് സൈക്കോളജി പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സ്കൂളുകളിലോ അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻസി ഇട്ടിട്ട് അവിടെ നിൽക്കാൻ നമുക്ക് പറ്റൂല. നേരെ തിരിച്ച് നമുക്ക് കൺസൾട്ടൻസി ഇടാം, നമുക്ക് ഒരു കമ്പനി ഇടാം, ബട്ട് അത് ബിസിനസ്സിന് എങ്ങനെയൊക്കെ ഉയർത്താം എന്നുള്ള രീതിയിലുള്ള കമ്പനികൾ മാത്രമേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് നാട്ടിൽ നിൽക്കും പോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൽ ചെയ്യാൻ പറ്റൂല. ഇവിടെ എത്രത്തോളം സ്കോപ്പ് ഉണ്ട് ബിസിനസ് സൈക്കോളജിക്ക്? ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു വരുന്നേ ഉള്ളൂ, തുടങ്ങി വരുന്നേ ഉള്ളൂ, ഇന്ത്യയിലൊക്കെ വരുന്നുള്ളൂ. ഇപ്പൊ ഏറ്റവും കൂടുതൽ യുണൈറ്റഡ് കിങ്ഡം UK അതുപോലെ തന്നെ USA, നെതർലാൻഡ്, കാനഡ, അതുപോലെ തന്നെ ദുബായില്, UAE, നമ്മുടെ GCC കൺട്രീസിലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിലേക്ക് കൂടുതൽ വന്നിട്ടില്ല. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ സൈക്കോളജി ആണെങ്കിൽ പോലും ഒന്ന് റെഡി ആയി വരുന്നേ ഉള്ളൂ. അപ്പോഴത്തേന് ബിസിനസ് സൈക്കോളജി എന്നുള്ളത് കുറച്ചുകൂടി ടൈം എടുക്കും ഒന്ന് ഇന്ത്യയിൽ ഒന്ന് ക്ലച്ച് പിടിച്ച് വരാൻ വേണ്ടിയിട്ട്. ഇനി ആർക്കും എന്തെങ്കിലും ചോദിക്കാണ്ടോ? സർ, ഈ കോഴ്സിന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എംപ്ലോയീസിന്റെ വെൽബീയിങ്ങിനാണോ അതോ കമ്പനീന്റെ വെൽബീയിങ്ങിനെ കുറിച്ചിട്ടാണോ? രണ്ടും ഉണ്ട്. നമ്മളെ എംപ്ലോയീസിന്റെ വെൽബീങ് നമ്മൾ നോക്കണം, കമ്പനിക്ക് എങ്ങനെ ലാഭം ഉണ്ടാക്കി കൊടുക്കാം, പ്രോഫിറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. അപ്പം ബിസിനസ് സൈക്കോളജി എടുക്കുന്ന സമയത്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് അഥവാ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന സമയം മുതൽ അതിന്റെ ലാസ്റ്റ് മാനേജർ തല വരെയുള്ള കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സൈക്കോളജിക്കലി നമുക്ക് ടച്ചുള്ള എല്ലാ ഭാഗത്തും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വർക്ക് ചെയ്യേണ്ടി വരും. അപ്പം അതിൽ എംപ്ലോയീസ് ഒരു മെയിൻ ഘടകമാണ്. അതുപോലെ നമ്മൾ എങ്ങനെയെല്ലാം അവരെ സെലക്ട് ചെയ്യണം. ഒരു കാൻഡിഡേറ്റിന് നമ്മൾ എടുക്കുന്ന സമയത്ത് അവർക്ക് എത്രത്തോളം സ്ട്രെസ് ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം അവർക്ക് മെന്റൽ ഹെൽത്ത് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ക്വസ്റ്റ്യനെയറും മറ്റും വെച്ച് നമ്മൾ കണ്ടുപിടിച്ച് അതിന് റിപ്പോർട്ട് വെച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഓരോരുത്തരെ ഹയർ ചെയ്യുക. ഇവിടെ പൊതുവെ നമ്മുടെ UK ഹയറിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ 3-4 ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണ് ഓരോ ജോബും നമുക്ക് കിട്ടുക. അപ്പൊ അതിന്റെ ഓരോ സ്റ്റേജിലും എങ്ങനെയെല്ലാമാണ് ഒരു കാൻഡിഡേറ്റ് നിൽക്കുന്നത് എന്നുള്ളത് ഒരു ബിസിനസ് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഒക്യുപേഷണൽ സൈക്കോളജിസ്റ്റിന്റെ മേൽനോട്ടത്തിൽ നോക്കിയിട്ടാണ് ഇവിടെ പൊതുവെ ഹയറിംഗ് ഒക്കെ പൂർത്തിയാക്കാറുള്ളത്. MBA ഡിഫറൻസ് എന്താണ്? ബിസിനസ് സൈക്കോളജി MBA ഡിഫറൻസ് ആണ്. MBA അല്ല നമ്മുടെ ബിസിനസ് സൈക്കോളജി എന്ന് പറയാം. ഇപ്പം MBA HR നോക്കുന്ന സമയത്ത് നമ്മൾ അവർക്ക് ഹയറിംഗിന്റെ അല്ലെങ്കിൽ ഇന്റർവ്യൂ മറ്റു കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് സൈക്കോളജിക്കലി എങ്ങനെ സൈക്കോളജിക്കൽ ഇംപ്ലിമെന്റേഷൻ ആണ് ഇവിടെ വരുന്നത്. സൈക്കോളജിക്കലി എങ്ങനെ അവർ നോക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വരുന്നത്. നമുക്ക് എപ്പോഴും സൈക്കോളജിന്റെ ഒരു പാർട്ടായിരിക്കും എപ്പോഴും നമ്മളിൽ ഉണ്ടാവുക. MBA എന്ന് പറഞ്ഞാൽ പക്കാ ബിസിനസ് ആയിരിക്കും, നമുക്ക് സൈക്കോളജി പ്ലസ് ബിസിനസ് ആയിരിക്കും. മാർക്കറ്റിങ്ങിന്റെ കാര്യങ്ങളുണ്ട്. കാരണം ചില വസ്തുവിൽ ചില നിറങ്ങള് അല്ലെങ്കിൽ ചില കാര്യങ്ങള് ചില ഷേപ്പുകള് നമുക്ക് എന്താ പറയാ ആളുകളെ മനസ്സിനെ നോക്കുന്ന കാര്യം. അപ്പൊ മാർക്കറ്റിംഗ് എങ്ങനെ കൂട്ടാം എന്നുള്ള ചില കാര്യങ്ങൾക്ക് ചില കളറുകൾ ഉപയോഗിച്ച് എന്താ ചെയ്യാൻ പറ്റും, കൂടുതൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സൈക്കോളജിക്കലി എങ്ങനെ നോക്കാം എന്നുള്ളതിനാണ് മാർക്കറ്റിംഗ് വരുന്നത്. സർ, വേറൊരു കാര്യം, ഇപ്പൊ കോർപ്പറേറ്റ് കമ്പനികൾക്കാണല്ലോ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടി വരിക. അപ്പം ഇപ്പം കേരളത്തിന് തന്നെ എടുക്കുകയാണെങ്കിൽ എല്ലാ സാറ്റർഡേസ് ഒക്കെ വർക്കിംഗ് ആണ് ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസും.
അപ്പൊ ഇപ്പൊ എംപ്ലോയീസിന്റെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യാണ് സാറ്റർഡേ നോൺ വർക്കിംഗ് ആക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പം പക്ഷെ ഇവിടുത്തെ ഒരു പോളിസി വെച്ചിട്ട് മിക്ക ആൾക്കാരും അങ്ങനെ മാറി വരാൻ തന്നെ ഒരുപാട് സമയമൊക്കെ എടുക്കും. സപ്പോസ് ഇപ്പൊ നമുക്ക് നമ്മൾ പറയുന്ന സജഷൻസ് ഒന്നും അംഗീകരിക്കാണ്ട് നമുക്കൊരു അണ്ടർ കോർപ്പറേറ്റ് കമ്പനി വർക്ക് ചെയ്യുന്നത് ഒരു സ്ട്രെസ് ആയി മാറിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്കിത് ഗൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ക്ലിനിക്ക് ഇട്ട് അങ്ങനെ എന്തെങ്കിലും ഇത് കണ്ടക്ട് ചെയ്യാൻ അങ്ങനെ പറ്റുമോ? ഇപ്പം ഇന്ത്യന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത്, ഇന്ത്യയിൽ നോക്കുന്ന സമയത്ത് ഇതിന് കീഴിൽ ലൈസൻസും കാര്യങ്ങളും എങ്ങനെ വരുന്നു എന്നുള്ള നമുക്ക് നോക്കണം. കാരണം ഞാൻ പറഞ്ഞു ബിസിനസ് സൈക്കോളജി എന്നുള്ള പറഞ്ഞ സാധനം ഇപ്പം ഇന്ത്യയിലൊക്കെ ഞാൻ തീരെ കണ്ടിട്ടില്ല. പൊതുവെ ബിസിനസ് സൈക്കോളജി അല്ലെങ്കിൽ ഓർഗനൈസ് സൈക്കോളജി എന്ന മാസ്റ്റേഴ്സ് വളരെ കണ്ടിട്ടില്ല, വളരെ കുറവാണ് കണ്ടിട്ടുള്ളത്. അപ്പം അതിന്റെ കീഴിൽ എങ്ങനെയെല്ലാം വരും എന്നുള്ളത് നോക്കണം. ഇപ്പം ഇവിടുത്തെ കേസ് നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങനെ ഒരു കൺസൾട്ടൻസി നമുക്ക് ഇടാൻ പറ്റും. കാരണം ഒരു കമ്പനീന്റെ വെൽബീയിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ഒരു കമ്പനീന്റെ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടി സൈക്കോളജിക്കൽ കൺസൾട്ടൻസി ഇവിടെ ഇഷ്ടംപോലെ കൺസൾട്ടൻസി ഉണ്ട്. അപ്പൊ അത് നമുക്ക് ഇവിടെ ഇടാൻ പറ്റും. UK കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഓഫീസുകളോ മറ്റോ ഇട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പ്രവർത്തിക്കാൻ പറ്റും. പൊതുവെ ഇവിടുത്തെ രീതിയിലാണെങ്കിൽ ഇവിടെ മെന്റൽ ഹെൽത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന രാജ്യമായതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സജഷൻസ് കൊണ്ടുവന്നാൽ അത് പെട്ടെന്ന് തന്നെ ഇവിടെ എന്ത് ചെയ്യും, ഇംപ്ലിമെന്റ് ചെയ്യും എന്നുള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അതെങ്ങനെയെല്ലാം നോക്കണം എന്നുള്ളത് നോക്കേണ്ടി വരും. എന്നാലേ ഞാൻ എന്റെ UK ജേണിയിലേക്ക് കിടക്കുക. അപ്പം ഇനി ആർക്കെന്തെങ്കിലും ചോദിക്കാണ്ടോ? സർ ഒരു ഡൗട്ടും കൂടെ ചോദിക്കട്ടെ. ഇപ്പൊ സാർ പറഞ്ഞല്ലോ നമ്മൾ കളർ സൈക്കോളജി ഒക്കെ പഠിച്ചിരിക്കണം, ഇപ്പം റെഡ് കൊടുക്കേണ്ടടുത്ത് റെഡ് അല്ലെങ്കിൽ പേസ്റ്റൽ കളർ കൊടുക്കേണ്ടടുത്ത് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് വേറെ ഏതെങ്കിലും ഒക്കെ ആണെങ്കിൽ എംപ്ലോയീസിനെ കുറച്ചും കൂടെ ഹാപ്പി ആയി അങ്ങനെ വെക്കാന്നൊക്കെ ഉള്ളത് കളർ സൈക്കോളജി ഒക്കെ വെച്ച് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. അതെ, അങ്ങനെയൊക്കെയാണല്ലോ. അതെ, പറഞ്ഞോളൂ. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? എന്തായിരുന്നു? ഹലോ, സോറി ഒരു ഡിസ്റ്റർബൻസ് ആണ്. ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം എന്താന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ അപ്പം ഒരു ബിസിനസ് സൈക്കോളജി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റീവ് സൈഡായിട്ടും ഒന്നിലും മാത്രം ഫോക്കസ് ചെയ്യാന്നല്ലല്ലോ. അതായത് ഇപ്പൊ ക്രിയേറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അപ്പൊ എല്ലാവർക്കും ഇത് പോസിബിൾ അല്ലല്ലോ ഇത് എടുത്തിട്ട്. അങ്ങനെ ക്രിയേറ്റീവായിട്ടും ഇത് എല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ള ഒരു കോഴ്സ് അല്ല ഒരിക്കലും ബിസിനസ് സൈക്കോളജി എന്ന് പറയുന്നത്. കാരണം ബിസിനസ് സൈക്കോളജി നമുക്ക് ബിസിനസ് പരമായിട്ട്, കാരണം നമ്മളിപ്പം വെറും സൈക്കോളജി സൈഡ് മാത്രം നമ്മൾ നോക്കിയിട്ട് ഇതിൽ പോയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഒരു കമ്പനീന്റെ പ്രോഫിറ്റ് നമുക്ക് കൂട്ടാൻ പറ്റില്ല. കാരണം പ്രോഫിറ്റ് കൂട്ടുക എന്നുള്ളത് നമുക്കും വലിയൊരു ഘടകമുള്ള കാര്യം. അപ്പം ഒരു ബിസിനസ് മൈൻഡ് കൂടി നമുക്ക് എന്ത് ചെയ്യണം, ഉള്ളിൽ വേണം. അതാണ് ഇതിന് MSc ബിസിനസ് സൈക്കോളജി എന്ന് പ്രത്യേകം പറയുന്നത്. കാരണം അല്ലെങ്കിൽ സാധാ സൈക്കോളജി മതില്ല. അപ്പം കളർ സൈക്കോളജി മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ സാധാ സൈക്കോളജിയിലും പഠിക്കുന്നുണ്ട്, ക്ലിനിക്കൽ സൈക്കോളജിയിലും മറ്റും പഠിക്കുന്നുണ്ട്. പക്ഷെ ഇതിലേക്ക് വരുന്ന സമയത്ത് ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ എങ്ങനെയെല്ലാം പ്രൊഡക്ഷൻ കൂട്ടാം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. അത് സൈക്കോളജിയുമായിട്ട് യോജിപ്പിച്ചിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ള ചിന്തകളിലൂടെ വേണം നമ്മൾ എന്ത് ചെയ്യാന്, കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇതെല്ലാവർക്കും ചറപറയെന്ന് എടുക്കാൻ പറ്റിയ ഒരു കോഴ്സ് അല്ല ഒരിക്കലും ബിസിനസ് സൈക്കോളജി എന്ന് പറയുന്നത്. നമുക്ക് അത്രയും താല്പര്യത്തോടു കൂടി എടുക്കേണ്ട ഒരു വിഷയമാണ് MSc ബിസിനസ് സൈക്കോളജി. കാരണം ഇത് കുറച്ചും കൂടി ഒതുങ്ങിയ ഒരു ഫീൽഡാണ്. മറ്റ് ക്ലിനിക്കൽ സൈക്കോളജി നമുക്ക് സ്കൂളുകൾ വർക്ക് ചെയ്യാം, എല്ലായിടത്തും വർക്ക് ചെയ്യാം എന്നുള്ളത് പോലെ ഇതിലെല്ലാ ഭാഗത്തെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇതൊരു ലിമിറ്റഡ് ഉണ്ട്, ഇതിന് ലിമിറ്റേഷൻസ് ഒരുപാടുണ്ട്. അപ്പം അതിന്റെ ഉള്ളിൽ നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യമുണ്ട് ഇതിൽ. ഇനി ആർക്കും എന്തെങ്കിലും ചോദിക്കാണോ? ഞാൻ എങ്ങനെ ഇഗ്നോയിൽ നിന്ന് UK അല്ലെങ്കിൽ മറ്റ് കൺട്രീസിലേക്ക് പോകാന്നുള്ള കാര്യങ്ങൾ പറയാണ്. അപ്പൊ ഞാൻ ആർക്കും എന്തെങ്കിലും ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളി. ആർക്കും സംശയമില്ലെങ്കിൽ വിചാരിക്കുന്നു. അപ്പം ഇഗ്നോയില് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ സൈക്കോളജി കഴിഞ്ഞ് അല്ലെങ്കിൽ സൈക്കോളജി അല്ലെങ്കിൽ BBA ഈ രണ്ട് വിഷയങ്ങൾ എടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് MSc ബിസിനസ് സൈക്കോളജി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇഗ്നോയില് BSc സൈക്കോളജി കഴിഞ്ഞിട്ട് നമുക്ക് UK യൂണിവേഴ്സിറ്റീസിൽ, ഇപ്പം UK യൂണിവേഴ്സിറ്റി നോക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടൻ ഉണ്ട്, ഗ്രീനിച്ച് യൂണിവേഴ്സിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഹാരിയോട്ട് വാട്ട് യൂണിവേഴ്സിറ്റി ഉണ്ട്, യൂണിവേഴ്സിറ്റീസ് ഓഫ് എഡിംബറ ഉണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ലണ്ടനിൽ.
UK-യിലുണ്ട്. അപ്പൊ നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയിലെ നമുക്ക് ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്ലൈ ചെയ്യാൻ നമുക്ക് വേണ്ടത് മെയിൻ സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ തന്നെ IELTS മിക്ക യൂണിവേഴ്സിറ്റീസിലും റിക്വയർഡ് ആണ്. പക്ഷെ ചില യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിത്തൗട്ട് IELTS നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ +2ന്റെ മാർക്ക് നമുക്ക് 65% മുകളിൽ അല്ലെങ്കിൽ ഹരിയോട്ടുവാട്ടി യൂണിവേഴ്സിറ്റി, ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് അക്സെപ്റ്റ് ചെയ്യില്ല. ഞാൻ ലാസ്റ്റിലേക്ക് പറഞ്ഞുതരാം. ഇഗ്നോന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, അപ്പം അതിൽ ഞാൻ പറഞ്ഞുതരാം. എന്താ പറയാ, നമുക്ക് ചില യൂണിവേഴ്സിറ്റീസിൽ +2 നമുക്ക് 75% 65% മുകളിൽ നമുക്ക് മാർക്ക്, ഇംഗ്ലീഷിന് മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിത്തൗട്ട് IELTS നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻ എടുക്കാൻ പറ്റും. ഇനി അത് വിത്തൗട്ട് IELTS എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെറ്റർ ഉണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റി, ഇഗ്നോ യൂണിവേഴ്സിറ്റീസിലാണെങ്കിൽ റീജിയണൽ സെന്ററിൽ നിന്നാണ് നമുക്ക് ആ ഒരു ലെറ്റർ കിട്ടുക. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റഡി സെന്ററിൽ നിന്ന് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ LOR എന്ന് പറഞ്ഞിട്ടുള്ള 2 ലെറ്ററും നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു അപ്ലിക്കേഷൻ പ്രോസസ്സിന് ആവശ്യമാണ്. അഥവാ മെയിൻ സർട്ടിഫിക്കറ്റ് വേണം, അതുപോലെ തന്നെ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ വേണം, MOI മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ വേണം. ഈ 3 കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മൾ +2 10th എന്നീ സർട്ടിഫിക്കറ്റ് എല്ലാം ഈ ഒരു അപ്ലിക്കേഷൻ പ്രോസസ്സിന് റിക്വയർഡ് ആയിട്ട് വരുന്നുണ്ട്. അതിനുശേഷം ചില യൂണിവേഴ്സിറ്റീസ് നമുക്ക് ഇന്റർവ്യൂ ഉണ്ടാവും. ആ ഇന്റർവ്യൂ പാസ് ചെയ്തതിനു ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടേക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. ചില യൂണിവേഴ്സിറ്റിയിൽ ഇന്റർവ്യൂ ഉണ്ടാവില്ല, നേരെ തിരിച്ച് വിസ ഇന്റർവ്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ചില യൂണിവേഴ്സിറ്റീസിൽ എക്സാംസ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഹരിയോട്ടുവാട്ടി യൂണിവേഴ്സിറ്റിന്റെ ഇതിലാണെങ്കിൽ ചില സമയത്ത് അവരെന്ത് ചെയ്യാറുണ്ട്, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടൻ ആണെങ്കിൽ അവർക്ക് കാസിന് ഒരു വിസ സമയത്തുള്ള ഒരു ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ. മറ്റ് ഇന്റർവ്യൂ ചില സമയത്ത് അവരെന്ത് ചെയ്യും, ഒരു ഫോൺ കോൾ, ടെലിഫോൺ ഇന്റർവ്യൂ വെക്കാറുണ്ട്. അതിനുശേഷം നമ്മുടെ UK യൂണിവേഴ്സിറ്റീസ് പൊതുവെ ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് വളരെ കുറവാണ്. UK യൂണിവേഴ്സിറ്റീസിൽ സ്കോളർഷിപ്പിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത്, സ്കോളർഷിപ്പ് നമുക്ക് പൊതുവെ മാർക്ക് ബേസ് ആണെങ്കിൽ പോലും ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഒരു 3 ലക്ഷം മുതൽ 4 ലക്ഷം വരെ പൊതുവെ നമുക്ക് സ്കോളർഷിപ്പ് ഇവിടെ കിട്ടും. മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരു 2-3 ലക്ഷം നമുക്ക് അധികം കിട്ടും. അല്ലാതെ ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ കോളേജുകൾ പൊതുവെ UK-യിൽ കുറവാണ്. പിന്നെ വലിയ വലിയ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഹൈ പ്രൊഫൈൽസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ബിസിനസ് സൈക്കോളജി പോലുള്ള കോഴ്സുകൾക്ക് പൊതുവെ ഇവിടെ പൈസ കൊടുത്തിട്ട് തന്നെ പഠിക്കേണ്ടി വരും. UK-ന്റെ സ്ഥിതിയിലാണ്. മറ്റുള്ള കൺട്രീസിൽ നോക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള റിസർച്ച് ചെയ്യേണ്ടി വരും. ഇപ്പൊ UK-യിൽ നോക്കുന്ന സമയത്ത് മിക്ക യൂണിവേഴ്സിറ്റീസിലും പൈസ നമ്മൾ പേ ചെയ്യേണ്ടി വരും. ഏകദേശം ഒരു ഫീസ് റേഞ്ച് എന്ന് പറയുന്നത് ഇന്ത്യ റുപ്പീസിലേക്ക് നോക്കുന്ന സമയത്ത് 12 ലക്ഷം മുതൽ 25-29 ലക്ഷം വരെയുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇപ്പം ഹരിയോട്ടുവാട്ടി യൂണിവേഴ്സിറ്റി ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം ആഫ്റ്റർ സ്കോളർഷിപ്പ് നമുക്ക് ഏകദേശം 20 lakhs അടുത്ത് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ചെലവ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വിസ പ്രോസസ്സിങ്ങിന്റെ സമയത്തും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കും നമുക്ക് എക്സ്ട്രാ മണികൾ, നമ്മൾ എക്സ്ട്രാ പൈസ നമ്മൾ ഇതിന് കണ്ടെത്തണം. ഇപ്പം വിസന്റെ പൈസ, അതുപോലെ തന്നെ ഷോ മണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയുമെന്ന് തെളിയിക്കാൻ വേണ്ടി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ 13 ലക്ഷം ഇപ്പം കഴിഞ്ഞ ജനുവരി മുതൽ അത് കൂട്ടിയിട്ടുണ്ട്. അപ്പം അത്രയും ക്യാഷ് നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കേണ്ട ആവശ്യം കൂടിയുണ്ട്. ഇതെല്ലാം കാണിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് UK-യിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇനി ഇഗ്നോന്റെ കേസ് നോക്കുന്ന സമയത്ത് മിക്ക യൂണിവേഴ്സിറ്റികളും അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ എന്നുള്ളത്. അത് മറച്ചു വെച്ചിട്ട് ഞാനത് കാര്യമില്ല. അപ്പം ഇഗ്നോ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിനെ ഇവിടുത്തെ മിക്ക യൂണിവേഴ്സിറ്റീസും അക്സെപ്റ്റ് ചെയ്യാറില്ല. ചില യൂണിവേഴ്സിറ്റീസ് മാത്രമേ ഉള്ളൂ ഇഗ്നോനെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. പക്ഷെ അത് വിചാരിച്ചിട്ട് ഇവിടെ അപ്ലൈ ചെയ്താൽ മിക്ക സ്ഥലത്തും കിട്ടാറുണ്ട്. ബട്ട് ഇപ്പം ഹരിയോട്ടുവാട്ടിലാണെങ്കിൽ പോലും എനിക്ക് പോലും ഓഫർ ലെറ്റർ വന്നതാണ്. കാരണം അവരെ കിട്ടില്ല എന്ന് പല ഏജൻസികളും പറയും. ബട്ട് എന്നിരുന്നാൽ പോലും എനിക്ക് ഓഫർ ലെറ്റർ ഹരിയോട്ടുവാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം ഹരിയോട്ടുവാട്ടി യൂണിവേഴ്സിറ്റി പക്ഷെ നമ്മളെ റിക്വയർമെന്റ് അഥവാ അവർ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, മീറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ അവരെന്ത് ചെയ്യും, ഓഫർ ലെറ്റർ പ്രൊവൈഡ് ചെയ്യും. അപ്പം മിക്ക യൂണിവേഴ്സിറ്റീസും എന്ത് ചെയ്യില്ല, ചില സമയത്ത് ഓപ്പൺ യൂണിവേഴ്സിറ്റിനെ അക്സെപ്റ്റ് ചെയ്യില്ല. നേരെ തിരിച്ച് നമ്മൾ ചില സമയത്ത് നമ്മൾ അടച്ച പേയ്മെന്റ് അഥവാ നമ്മളിപ്പം ഫീസ് അടച്ചിട്ടുണ്ടാവും, ഇഗ്നോ യൂണിവേഴ്സിറ്റി നമ്മൾ ഫീസ് അടച്ച റെസിപ്റ്റ് ഉണ്ടാവും. ആ റെസിപ്റ്റ്, അതുപോലെ തന്നെ നമ്മളെ ഹോൾ ടിക്കറ്റ്സ്, പിന്നെ നമ്മൾ റീരജിസ്ട്രേഷൻ ചെയ്യുന്ന ഓരോ വർഷം നമ്മൾ റീരജിസ്റ്റർ ചെയ്യുമല്ലോ, ആ സമയത്ത് ചെയ്തിട്ടുള്ള പേയ്മെന്റിന്റെ കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ സൂക്ഷിച്ച് വെക്കണം.
അബ്രോഡ് നോക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മുടെ എല്ലാ ഹോൾ ടിക്കറ്റും നമ്മൾ എന്ത് ചെയ്യണം, ഡ്രൈവിലേക്ക് എവിടേക്കെങ്കിലും കയറ്റി വെക്കണം. കാരണം എന്താ വെച്ചാൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ പൊതുവെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അത് കള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു അച്ചടിച്ച് കൊണ്ടുവന്ന സർട്ടിഫിക്കറ്റ് എന്നുള്ള രീതിയിലാണ് അവർ കാണുക. അപ്പൊ നമ്മുടെ ഹൈ പ്രൊഫൈൽ നമ്മുടെ SOP നമ്മൾ എഴുതണം. ഞാൻ വിട്ടുപോയി, SOP നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും, സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്. പൊതുവെ ഇപ്പം അപ്ലൈ ചെയ്യുന്നത് സെൽഫ് ആണെങ്കിൽ നമ്മൾ SOP സെൽഫ് ചെയ്യേണ്ടി വരും. നേരെ തിരിച്ച് നമ്മളൊരു ഏജൻസി ത്രൂ ആണ് UK വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഏജൻസികൾ തന്നെ SOP കൊടുക്കും. അപ്പൊ നമ്മൾ അതിൽ വലിയ ടെൻഷൻ അടിക്കേണ്ടില്ല. നമ്മൾ ഒറ്റക്കാണ് നമ്മൾ എന്തുകൊണ്ട് ഇങ്ങോട്ട് വരുന്നു, ആഫ്റ്റർ അവർ എഡ്യൂക്കേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ ലെറ്റർ എഴുതണം SOP. അപ്പം അതിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പറയും. അപ്പം ഇങ്ങനെ ഈ ലെറ്റർ ആണ് പിന്നൊന്ന് ആവശ്യമുള്ളത്. അപ്പം ഇഗ്നോ യൂണിവേഴ്സിറ്റി അപ്പൊ ഈ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഡോക്യുമെന്റ്സും എന്ത് ചെയ്യണം, നമ്മൾ സൂക്ഷിച്ചു വെക്കണം ഇഗ്നോന്റെ കാര്യത്തിലാവുന്ന സമയത്ത്. കാരണം മിക്ക യൂണിവേഴ്സിറ്റീസും കള്ള സർട്ടിഫിക്കറ്റ് ആണെന്നുള്ള തെറ്റിദ്ധാരണയിലാണ് എന്ത് ചെയ്യുന്നത്, ഇഗ്നോനെ ഒഴിവാക്കിയിടുന്നത്. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം അവർക്ക് അയച്ചു കൊടുത്ത് മെയിൽ അയച്ചാൽ അവരെന്ത് ചെയ്യും, നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ വിസ ഇമിഗ്രേഷൻ സമയത്ത് ഇഗ്നോ യൂണിവേഴ്സിറ്റിനെ ഒരിക്കലും ആരും തടയില്ല. കാരണം ഇവിടുത്തെ UK റൂൾ പ്രകാരം ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നുള്ള എഡ്യൂക്കേഷൻ പ്രോബ്ലം ഇവിടെ പ്രോബ്ലം ഇല്ല. യൂണിവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് വിസ ഇമിഗ്രേഷന്റെ സമയത്ത് നമുക്കൊരു പ്രോബ്ലം ഉണ്ടാവില്ല. നമുക്ക് ഓഫർ ലെറ്റർ കിട്ടി, അതുപോലെ നമ്മൾ പേയ്മെന്റ് ചെയ്ത് നമുക്ക് ക്യാഷും യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ UK എൻട്രി ചെയ്യാന്നുള്ള കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു പ്രശ്നം ഉണ്ടാവുന്നതല്ല. അപ്പം മിക്ക യൂണിവേഴ്സിറ്റിയും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള ഈ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ID കാർഡ് എല്ലാ കാര്യങ്ങളും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവര് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. വളരെ അക്സെപ്റ്റൻസ് കുറവാന്ന് ഞാൻ പറയുന്നത്. പക്ഷെ മിക്ക യൂണിവേഴ്സിറ്റിയും അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു കാരണം അവര് കള്ള സർട്ടിഫിക്കറ്റ് ആണെന്നുള്ള ഒരു തെറ്റിദ്ധാരണന്റെ പുറത്താണ് അവർ ചെയ്യാത്തത്. ഇനി ജർമ്മനി പോലുള്ള മറ്റു കൺട്രീസ് നോക്കുകയാണെങ്കിൽ അവര് ജർമ്മൻ ഗവൺമെന്റ് പോലും ഓപ്പൺ യൂണിവേഴ്സിറ്റിനെ എടുക്കാത്തൊരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് UK കേസിൽ വരുന്നത്. പിന്നെ UK വരുന്നവരാണെങ്കിൽ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ UK നിയമങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം വരുന്നവര് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ പെട്ടെന്ന് വരാനുള്ള കാര്യങ്ങൾ നോക്കുക. അല്ലെങ്കിൽ ആ സമയത്ത് എന്താണോ UK റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്നുള്ളത് നോക്കിയിട്ട് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം UK കയറി വരിക. കാരണം UK സ്ഥിതി എന്നുള്ളത് മോശമായി വരികയാണ്. ഇവിടെ സാലറി ത്രെഷോൾഡ് പോലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് ആഫ്റ്റർ എഡ്യൂക്കേഷൻ നമുക്ക് 2 years ഇവിടെ നിൽക്കുക, അതിലെ മാറ്റങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ UK നിലവിൽ വരുന്നുണ്ട്. അപ്പം നിങ്ങളോടിപ്പം മറ്റേ ഏജൻസികളോ നിങ്ങൾ ഏത് ഏജൻസിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞു തരുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, UK യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യും, പൈസ കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. കാരണം നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ കഴിഞ്ഞ് 2 വർഷം ഇവിടെ നിൽക്കാന്നുള്ളത് മിക്കവാറും അവര് കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവര് ഒരു നിയമം കൊണ്ടുവരും. അപ്പം അതിനെക്കുറിച്ചൊക്കെ നല്ലോണം റിസർച്ച് ചെയ്തതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക, യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും UK കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. സർ ഇത് 2 year കോഴ്സ് മാത്രമാണോ? അല്ല, UK പൊതുവെ 1 year കോഴ്സ് ആണ് ഉണ്ടാവാറുള്ളത്. 2 year കോഴ്സും ഉണ്ട്, 1 year കോഴ്സാണ് ഏറ്റവും കൂടുതലുള്ളത്. സ്കോപ്പ് ഓഫ് PhD ഇൻ UK. PhD നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, UK ചെയ്യാൻ പറ്റും. അപ്പം അതിന് നമുക്ക് വേണ്ടത് അതിന്റെ റിക്വയർമെന്റ്സ്, അത് ഓരോ യൂണിവേഴ്സിറ്റിയിലും അതിൻ്റെതായിട്ടുള്ള റിക്വയർമെന്റ്സ് ഉണ്ടാവും PhDക്ക് ആണെങ്കിൽ. അപ്പം ഇഗ്നോന്ന് മാസ്റ്റേഴ്സ് കഴിഞ്ഞാൽ അവരെടുക്കോ എന്നുള്ളത് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം അവർ യൂണിവേഴ്സിറ്റിയുമായിട്ട് നമ്മൾ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്ത് നോക്കണം. പിന്നെ ഇന്റർവ്യൂ കാര്യങ്ങൾ എങ്ങനെയാന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് എന്ത് ചെയ്യേണ്ടതാണ്. PhDനെ കുറിച്ചിട്ട് ഞാനിപ്പം നോക്കിയിട്ടില്ല. ഞാൻ മാസ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ PhDയിലേക്ക് നോക്കിയിട്ടില്ല. ആവശ്യമുള്ളവർ ചോദിച്ചാൽ മതി, ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. സർ ശരിക്കും ഇപ്പൊ ഒരു 2 year PG കഴിഞ്ഞിട്ട് ഒരു സബ് ആയിട്ട് ഇത് എടുക്കുന്നല്ലേ നല്ലത് കരിയറിന്?
എവിടെ നാട്ടില് സൈക്കോളജി കഴിഞ്ഞിട്ട് UK-ലേക്ക് വേറൊരു കോഴ്സിന് വരാന്നുള്ളതാണോ ഉദ്ദേശിച്ചത്? അല്ലെങ്കിൽ അതെ അതെ, ഒന്നെങ്കിൽ ഒരാൾക്ക് ഇപ്പൊ ക്ലിനിക്കലോ അല്ലെങ്കിൽ MA സൈക്കോളജിയോ കഴിഞ്ഞിട്ട് അതിന്റെ ഒരു സബ് ആയിട്ട് ഇതൊരു 1 ഇയർ കോഴ്സ് ആയിട്ട് 1 ഇയർ PG ഡിപ്ലോമ ആയിട്ടല്ലേ ഇത് വരുള്ളൂ? അല്ല, UK-ലെ ഡിഗ്രീസ് ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് പോലും അതിന് വാല്യൂ കൂടും. കാരണം നമുക്ക് ഇവിടുത്തെ 1 ഇയർ ഡിഗ്രി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ 2 ഇയർ മാസ്റ്റേഴ്സിന്റെ വാല്യൂ ആണ് നമുക്ക് ഇവിടെ ഉണ്ടാവുക. ഡിപ്ലോമ എന്നുള്ള ഇതിലേക്ക് ഇവിടെ വരില്ല. പിന്നെ നാട്ടിൽ നിന്ന് നമ്മൾ സൈക്കോളജി കഴിഞ്ഞ് വന്ന് എന്നുള്ളത് കൊണ്ട് ഒരിക്കലും നമുക്ക് ഇവിടെ സൈക്കോളജി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അതൊരു വേറൊരു കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിലെ സർട്ടിഫിക്കറ്റ് ഇവിടേക്ക് ഈക്വൽ ആയിട്ട് കിട്ടൂല, ഈക്വലൻസ് ആയിട്ട് നമുക്ക് കിട്ടത്തില്ല. കാരണം നമ്മുടെ നാട്ടിലത്തെ സ്റ്റഡി സിസ്റ്റവും നമ്മുടെ ഇവിടുത്തെ സ്റ്റഡി സിസ്റ്റവും തമ്മിൽ എൻറ്റയർലി നല്ല ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഒരു ഈക്വലന്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് കിട്ടില്ല. ഇപ്പം നാട്ടിൽ നിന്ന് MA സൈക്കോളജിയിൽ PG സൈക്കോളജിയോ അല്ലെങ്കിൽ നമ്മൾ ഡോക്ടറേറ്റ് എടുത്തു കഴിഞ്ഞാൽ പോലും അത് ഇവിടുത്തെ ലൈസൻസിനോട് നമ്മുടെ എല്ലാം അവിടുത്തെ നിയമങ്ങളെല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാനുള്ള ലൈസൻസ് തരുള്ളൂ. അപ്പൊ UK-ന്റെ കാര്യത്തിൽ നോക്കുന്ന സമയത്ത് ഇപ്പം ബിസിനസ് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒക്യുപ്പേഷണൽ സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് BA സൈക്കോളജി ഇവർ ഇവിടുന്ന് ചെയ്യണം. അഥവാ നമ്മുടെ നാട്ടിൽ നിന്ന് ചെയ്തിട്ട് ഇങ്ങോട്ട് വരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അല്ലെങ്കിൽ നാട്ടിൽ അവർ പറയുന്ന അത്രയും വിഷയങ്ങൾ നമ്മുടെ ഡിഗ്രി സൈക്കോളജി നമ്മൾ പഠിച്ചിട്ടുണ്ടാകണം. അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇവിടെ നമുക്ക് അതിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇവിടെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് മാസ്റ്റേഴ്സ് ഇൻ സൈക്കോളജി കൺവേർഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് ഉണ്ട് ഇവിടെ. ആ കൺവേർഷൻ കോഴ്സ് എടുത്താൽ മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ ഡിഗ്രി ഇവിടെ ഈക്വലന്റ് ആയിട്ട് വരുള്ളൂ. അങ്ങനെ ഇവിടെ ഈക്വലന്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും, അല്ലെങ്കിൽ നമുക്കൊരു അക്രഡിറ്റേഷൻ കിട്ടും. BPS ബ്രിട്ടീഷ് സൈക്കോളജി സൊസൈറ്റിന്റെ ഒരു അക്രഡിറ്റേഷൻ കിട്ടും. ആ അക്രഡിറ്റേഷൻ കിട്ടിയതിന് ശേഷം നമ്മൾ മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് സൈക്കോളജി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ ഒക്യുപ്പേഷണൽ സൈക്കോളജി വിത്ത് അക്രഡിറ്റഡ് BPS നമ്മൾ ചെയ്യണം. അത് കഴിഞ്ഞ് അതിനുശേഷം നമ്മൾ 5 ഇയർ വർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇവിടെ HCPC എന്ന് പറഞ്ഞിട്ടുള്ള ഹെൽത്തിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് ലൈസൻസ് കിട്ടുള്ളൂ. അതിനുശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ പേരിനപ്പുറം ഒക്യുപ്പേഷണൽ സൈക്കോളജിസ്റ്റ് എന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നാട്ടിൽ നിന്ന് സൈക്കോളജി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്യാം എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. ഏറ്റവും നല്ലത് ഇവിടെ തന്നെ വന്നിട്ട് മൊത്തം പഠിച്ചിട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. ഇവിടെ മാസ്റ്റേഴ്സ് ഇൻ കൺവേർഷൻ സൈക്കോളജി ആദ്യം ചെയ്തതിന് ശേഷം അതിനുശേഷം ഇവിടെ മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് സൈക്കോളജി അക്രഡിറ്റ് എടുത്ത് BPS ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതാണ് ബെറ്റർ. അല്ലാതെ നമ്മൾ നാട്ടിൽ നിന്ന് ചെയ്ത് വന്നിട്ട് ഇവിടെ ചെയ്യൽ ബുദ്ധിമുട്ടാണ്. അവിടെ PG ചെയ്യുമ്പോൾ ഉടനെ തന്നെ എക്സ്പീരിയൻസ് ആവശ്യമുണ്ടോ ജോബിലോട്ട് ചെയ്യണമെങ്കിൽ? എങ്ങനെ ഇവിടെ PG കഴിഞ്ഞിട്ട് ജോബിലേക്ക് തന്നെ എക്സ്പീരിയൻസ് ആവശ്യമുണ്ടോ എന്നുള്ളതാണോ? അതെ, എക്സ്പീരിയൻസ് പൊതുവെ നമുക്ക് യൂണിവേഴ്സിറ്റീസ് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തരും, ഇന്റേൺഷിപ്പും കാര്യങ്ങളും നമുക്ക് ഒരുപാട് തരും. പിന്നെ ഇവിടെ ഒരുപാട് സ്കോപ്പ് ഉള്ള ഒരു ഭാഗമാണ് ബിസിനസ് സൈക്കോളജി എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് കൺസൾട്ടൻസീസും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. പൊതുവെ ജോബിന് വലിയ ബുദ്ധിമുട്ടായി വരില്ല. പക്ഷെ നമുക്ക് ആവശ്യമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ BPS അക്രഡിറ്റഡ് വരണം എന്നുള്ളതാണ്. അതാണ് ഏതൊരു ജോബ് റിക്വയർമെന്റും ചോദിക്കുക. BPS അല്ലെങ്കിൽ ഇവിടെ പ്രൈവറ്റ് എന്താ പറയാ അക്രഡിറ്റേഷൻ ABP എന്ന് പറയുന്നത് അതുണ്ടായാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ഇപ്പം എൻ്റെ കോഴ്സിലാണെങ്കിൽ എൻ്റെ ഒപ്പം പഠിക്കുന്ന ആളുകള് ഓർഗനൈസേഷൻ സൈക്കോളജി BPS അക്രഡിറ്റഡ് പഠിക്കുന്നതും ഞാൻ ABP അക്രഡിറ്റഡ് ആണ്. ABP അക്രഡിറ്റഡ് ഞങ്ങൾ എല്ലാവരും പഠിക്കുന്ന ഒരേ വിഷയം ഒരേ സബ്ജക്റ്റും ഒരേ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നവരാണ്. അപ്പം ആ ഒരു സർട്ടിഫിക്കറ്റ് മാത്രത്തിന് വിറ്റ് അഥവാ എനിക്ക് നാട്ടിൽ നിന്ന് ഞാൻ സൈക്കോളജി കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ അപ്ലൈ ചെയ്ത് കിട്ടിയത് കൊണ്ട് എനിക്ക് BPS കിട്ടൂല, ഈക്വലൻസി കിട്ടൂല. കാരണം നാട്ടിൽ നിന്ന് സൈക്കോളജി കഴിഞ്ഞതുകൊണ്ട്. അപ്പം അവരൊക്കെ ഇവിടെ പഠിച്ചവരായതുകൊണ്ട് അവർക്ക് BPS കിട്ടും. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അപ്പം ഏറ്റവും ചോദിച്ചോളൂ. സർ, നമ്മൾ ഈ BA ഹോണേഴ്സ് സൈക്കോളജി കഴിഞ്ഞിട്ട് നമുക്ക് നാട്ടില് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അങ്ങനെ MG യൂണിവേഴ്സിറ്റി ഇവിടെ ഒക്കെ MSc ചെയ്യാൻ പറ്റുമോ? എവിടെ ഇഗ്നോ കഴിഞ്ഞിട്ടുള്ളതോ? ഇഗ്നോന്റെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് ഇപ്പം സൈക്കോളജി കഴിഞ്ഞിട്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അക്സെപ്റ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അല്ല, നാട്ടില് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുക? നാട്ടിലെ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിലാണ് അഡ്മിഷൻ കിട്ടാന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ പൊതുവെ അബ്രോഡ് സ്റ്റഡീസ് ആയതുകൊണ്ട് ഞാൻ നാട്ടിലും വല്ലാതെ റിസർച്ച് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ ബിസിനസ് സൈക്കോളജി അല്ലാതെ വേറെ
അതിന്റെ PG കോഴ്സസിന് എല്ലാം ഇതേപോലെ പോസിബിൾ ആണോ? ഈ UK-ല് ഇഷ്ടംപോലെ കോഴ്സുകളുണ്ട്. ചൈൽഡ് സൈക്കോളജി ഉണ്ട്, അഡൽട്ട് സൈക്കോളജി, ഇഷ്ടംപോലെ സൈക്കോളജികൾ, ബിസിനസ് സൈക്കോളജി മാത്രമേ ഇഷ്ടംപോലെ നമ്മള് കേൾക്കാത്ത അതൊക്കെ 1 ഇയർ കോഴ്സ് തന്നെയാണ്. 1 ഇയർ മിക്കതും 1 ഇയർ കോഴ്സുകളാണ് UK-ല്. ഓക്കെ. 2 ഇയർ അപ്പം കോഴ്സ് എന്ന് പറയും. നമ്മളിപ്പം സ്റ്റഡീസ് മാത്രം ചെയ്തിട്ട് ഉം. ഒരു മിനിറ്റ് നൂഹെ ഒന്ന് വെയിറ്റ് ചെയ്യേ. സ്റ്റഡീസ് മാത്രം ചെയ്തിട്ട് നമ്മളവിടെ അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് വാലിഡ് ആണോ GCC-ലൊക്കെ വർക്ക് ചെയ്യാൻ? GCC-ലൊക്കെ വരിടാം. കാരണം ഇപ്പൊ നമ്മള് ഇവിടെ ഇപ്പം UK യൂണിവേഴ്സിറ്റിന്റെ കാര്യത്തിൽ നോക്കുന്ന സമയത്ത് ഇപ്പൊ ക്ലാസ്സുകൾ വളരെ കുറവായിരിക്കും. ഒന്ന്, ഇപ്പം നിങ്ങൾക്ക് ആഴ്ചയിൽ 1-2 ദിവസം നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവുള്ളൂ. ഇപ്പം എന്റെ കേസിലാണെങ്കിൽ എനിക്ക് ശനി ഞായറാണ് പൊതുവെ ക്ലാസ് ഉണ്ടാവുക. അഥവാ 1 വീക്ക്, ഒരു വീക്കിൽ എനിക്ക് ശനി ഞായറും ക്ലാസ് ഉണ്ടായ എനിക്ക് നെക്സ്റ്റ് വീക്ക് ശനി ഞായറും ക്ലാസ് ഉണ്ടാവില്ല. അപ്പം ടോട്ടൽ മാസത്തിൽ 4 ക്ലാസ് നമുക്ക് ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാവുള്ളൂ. അത് ഡിപ്പെൻഡ് ഓൺ ദ യൂണിവേഴ്സിറ്റിയാണ്. ചില യൂണിവേഴ്സിറ്റിയിൽ ഇഷ്ടംപോലെ ക്ലാസ്സുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇപ്പൊ എന്റെ ഇപ്പം യൂണിവേഴ്സിറ്റി ഈ 1 ഇയർ കോഴ്സ് അവിടെ കംപ്ലീറ്റ് ചെയ്താൽ അവിടെ തന്നെ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും എന്നാണോ പറയണേ? ജോബ് നമ്മൾ കണ്ടുപിടിക്കണം ജോബ്. അപ്പൊ നമ്മളെ എക്സ്പീരിയൻസ് അതായത് നമ്മൾ ഈ പാർട്ട് ടൈം ജോബ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ ഫീൽഡുമായി ബന്ധപ്പെട്ട ജോബൊക്കെയാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിരിക്കും. പിന്നെ UK സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. മറ്റൊരു കൺട്രീസിൽ UK സർട്ടിഫിക്കറ്റിന് എത്രത്തോളം വാല്യൂ ഉണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പം പ്രത്യേകം പറഞ്ഞ കാര്യമില്ലല്ലോ. അതിപ്പം ഈ GCC-ലൊക്കെ വാലിഡ് ആയ പോലെ തന്നെ നമ്മള് ഇന്ത്യയിലും വാലിഡ് ആണോ? ഇന്ത്യയിലും വാലിഡ് ആവേണ്ടതാണ്. കാരണം പിന്നെ ഓരോ സൈക്കോളജിന്റെ കാര്യം ആയതുകൊണ്ട് തന്നെ ഇപ്പം GCC-യിൽ പോകുന്ന സമയത്ത് പോലും ബിസിനസ് സൈക്കോളജി ആണെങ്കിൽ എല്ലായിടത്തും ഒരു സേഫ് സോൺ ആണ്. കാരണം എന്താ വെച്ചാൽ പ്രത്യേക എക്സാമുകളോ മറ്റോ എഴുതേണ്ടി വരില്ല. നേരെ തിരിച്ച് നിങ്ങൾ ക്ലിനിക്കൽ സൈക്കോളജി പോലുള്ള സൈക്കോളജിയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ രാജ്യത്ത് പോകുന്ന സമയത്തും അവരുടേതായിട്ടുള്ള റിക്വയർമെന്റ് അല്ലെങ്കിൽ അവരുടെ എക്സാം എഴുതിയാൽ മാത്രമേ ഇപ്പം ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഒരു ലൈസൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എക്സാമും കാര്യങ്ങളൊക്കെ എഴുതേണ്ടി വരും. അത് ക്ലിനിക്കൽ സൈക്കോളജിന്റെ കേസിലും അവിടെ ആണെങ്കിൽ 1 ഇയർ ആണ്. ഇവിടെ 1 ഇയർ ആണ് കോഴ്സ്. MSc ക്ലിനിക്കൽ സൈക്കോളജി 1 ഇയർ ഉണ്ട്, 2 ഇയറിൻ്റെതും ഉണ്ട്. 2 ഇയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ടാമത്തെ വർഷം നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഫുള്ള് പ്രാക്ടിക്കൽ പോലുള്ള മറ്റുള്ള കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. അല്ലാതെ ക്ലാസ്സുകളോ മറ്റോ കാര്യങ്ങളോ രണ്ടാമത്തെ വർഷത്തിൽ ഉണ്ടാവില്ല ഇവിടെ പൊതുവെ. ഇപ്പൊ നിങ്ങളിപ്പോ ഏത് കൺട്രീസ്, ഇപ്പൊ കാനഡയിൽ പോകുന്ന സമയത്ത് അവിടേതായിട്ടുള്ള കുറച്ച് എക്സാംസ് ഉണ്ട്. ആ എക്സാം ക്ലിയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ലൈസൻസ്ഡ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് എന്തൊക്കെ സർട്ടിഫിക്കേഷൻസ് ആണ്? അത് ഇതിൽ പറഞ്ഞോന്ന് എനിക്ക് അറിയില്ല, ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. ഇപ്പൊ UK-ൽ നോക്കുന്ന സമയത്ത് BPS എന്നുള്ള അക്രഡിറ്റേഷൻ ആണ് കാര്യമായിട്ട് വേണ്ടത്. അതുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അസിസ്റ്റന്റ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ HCPC പറഞ്ഞിട്ടുള്ള ഇവിടെ ഒരു ബോർഡ് ഉണ്ട് ഹെൽത്തിന്റെ. അപ്പം അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ആ രജിസ്റ്റർ ചെയ്ത് അവിടെ നമുക്ക് ലൈസൻസ് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു ഓഫീസ് സ്വന്തമായിട്ട്. സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ടാണോ ഒരു 5 ഇയർ വർക്ക് എക്സ്പീരിയൻസ് കാണിക്കുന്നത്? അതെ. അത് ഓരോന്നിനും ഡിപ്പെൻഡ് ആണ്. ബിസിനസ് സൈക്കോളജിയാണ് ഞാൻ പറഞ്ഞത്. അവിടെ തന്നെ പഠിച്ചതാണെങ്കിലും ഈ 5 ഇയർ എക്സ്പീരിയൻസ് വേണം. എവിടെ പഠിച്ചതാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ട് വരികയാണെങ്കിൽ നമ്മളിപ്പോ എന്തെങ്കിലും കാലത്ത് നമ്മളെ ഈ ഒരു യൂണിവേഴ്സിറ്റി നമുക്ക് ഈക്വലൻസി തരികയാണെങ്കിൽ ഇഷ്യൂസ് ഇല്ല. പൊതുവെ അവർ തരില്ല. കാരണം നമ്മുടെ നാട്ടിലത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം വ്യത്യാസം ആയതുകൊണ്ട് അവർ തരില്ല. അഥവാ ഇൻ കേസ് തന്നാലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങളൊന്നും ഇവിടെ മാറൂല. 5 ഇയർ എക്സ്പീരിയൻസ് അസിസ്റ്റന്റ് സൈക്കോളജിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വേണം ഇവിടെ HPC-ൽ പോകുകയാണെങ്കിൽ. പൊതുവെ അസിസ്റ്റന്റ് സൈക്കോളജിസ്റ്റിന് തന്നെ അത്യാവശ്യം നല്ല സാലറിയും കാര്യങ്ങളും കിട്ടുന്ന ഒരു രാജ്യമാണ് UK എന്നുള്ളത്. പാർട്ട് ടൈം ആയിട്ട് ഇപ്പൊ നമുക്കിപ്പം വർക്ക് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട് സർ? അതായത് UK-ലാണെങ്കിൽ പഠിച്ച ഫീൽഡ് തന്നെ കിട്ടണം എന്ന് പറഞ്ഞിട്ട് UK-ലേക്ക് ആരും കയറി വരരുത്. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് പറയാനുള്ളത്. UK-ലേക്ക് ആരും വരാൻ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ പഠിച്ച ഫീൽഡിലേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നാട്ടിൽ നമ്മൾ ഏതെങ്കിലും ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്തവരാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ടും ഓഫീസിലെ വർക്ക് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ആരും UK-ലേക്ക് വരരുത്. അത് നിങ്ങളെ ഫാമിലി അത്യാവശ്യം ക്യാഷും കാര്യങ്ങളുള്ള ഫാമിലി ആണെങ്കിൽ ഇഷ്യൂസ് ഇല്ല. ഇവിടെ എത്തിയിട്ട് നാട്ടിൽ നിന്ന് പൈസ അയച്ചിടാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്ത് പണിയെടുക്കാനുള്ള തയ്യാറോടുകൂടി അങ്ങനെ ഒരു മനസ്സോടുകൂടി ഇങ്ങോട്ട് UK-ലേക്ക് വരികയാണെങ്കിൽ UK-യിൽ വലിയ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല. നിങ്ങൾ വീഡിയോയിൽ കാണുന്നതിന് അത്ര പ്രശ്നങ്ങളൊന്നും UK-യിൽ. ഞാനൊക്കെ വന്നിട്ട് 2 വീക്സ് അല്ലെങ്കിൽ 3 വീക്ക് ആവുന്നതിന് എനിക്ക് ജോബ് കിട്ടിയിട്ടുണ്ട്. അത്ര വലിയ നമ്മൾ അന്വേഷിക്കുന്നതിനും നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നതും അനുസരിച്ചിട്ടിരിക്കും ഇവിടെ ജോബ് കിട്ടുന്നത്. അങ്ങനെയല്ല സർ, നമുക്ക് ഈ ഫീൽഡ് തന്നെ ഇന്റേൺഷിപ്പ് പോലെ പഠിത്തത്തിന്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ നോക്കുന്ന സമയത്ത്
കുറച്ച് ടഫാണ് യു കെയിൽ കിട്ടുന്ന കാര്യത്തിൽ. ഇന്റേൺഷിപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ പഠിച്ചതിന് ശേഷം കിട്ടുന്നുണ്ട്, പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. നെതർലാൻഡ്സില് എന്താണ് സ്കോപ്പ്? നെതർലാൻഡ്സിൽ ഞാൻ ഡീപ്പായിട്ട് ഞാൻ നോക്കിയില്ല. നെതർലാൻഡ്സ് പൊതുവെ സ്കോപ്പ് ഒരുപാട് ബിസിനസ് ടെക്നോളജി ഫേമുകൾ മറ്റുള്ളത് കൊണ്ട് അവിടെ ഒരുപാട് സ്കോപ്പുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി. അപ്പോൾ അത് ഞാൻ യു കെ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ യു കെയിലാണ് ഞാൻ കൂടുതൽ നോക്കിയിട്ടുള്ളത്. IELTS അല്ലാതെ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് റിക്വയർമെന്റ് ഉള്ളതായിട്ട് സാറിന് അറിയോ? യു കെയിലാണോ? അല്ല, നെതർലാൻഡ്സില്. നെതർലാൻഡ്സിൽ സംടൈം ഫ്രഞ്ച് ചോദിക്കാൻ ചാൻസ്. നമ്മൾ ഫ്രഞ്ച് അറിഞ്ഞിരിക്കണം, കാരണം അവിടുത്തെ ഒരു സെക്കൻഡ് ലാംഗ്വേജ് ആണ് ഫ്രഞ്ച് എന്നുള്ളത്. ഫ്രഞ്ച് ആൻഡ് ജർമ്മന്, ഈ 2 ലാംഗ്വേജ്. കാരണം അത് യൂറോപ്യൻ കൺട്രി, നെതർലാൻഡ് എന്ന് പറഞ്ഞ യൂറോപ്യൻ കൺട്രിയാണ്, ഷെങ്കൻ കൺട്രിയിൽ പെട്ട കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ലാംഗ്വേജ്, ഇപ്പം ഷെങ്കൻ കൺട്രി നിങ്ങൾ ഏത് ഷെങ്കൻ കൺട്രിയിൽ പോവുകയാണെങ്കിലും അവർക്ക് അവരുടെ ലാംഗ്വേജ് കഴിഞ്ഞിട്ടേ ഇംഗ്ലീഷിനെ അവർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പം നിങ്ങൾ എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് യൂറോപ്യൻ കൺട്രീസിലുണ്ട്. അപ്പം അവരൊരിക്കലും ഇംഗ്ലീഷും അറിയില്ല. അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് IELTS നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടി നമ്മൾ IELTS പാസ്സാവണം. പക്ഷെ എന്നാൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൊതുവായിട്ട് അവിടുത്തെ സെക്കൻഡ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഏതാണ് അവിടുത്തെ കോമൺ ലാംഗ്വേജ് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് അത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. ബേസിക്കെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ ബേസിക്കെങ്കിലും നമുക്ക് അറിഞ്ഞിട്ടുണ്ടാവണം. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ലാംഗ്വേജ് എന്നുള്ളത്. ഏറ്റവും നല്ല ബിസിനസ് സൈക്കോളജി അല്ലെങ്കിൽ സൈക്കോളജി പോലുള്ള കോഴ്സുകൾ നോക്കുന്നവര് യൂറോപ്യൻ കൺട്രീസ് നോക്കുന്നതിനായിട്ടും ബെറ്റർ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് നോക്കുന്നതാണ് കുറച്ചും ബെറ്റർ. ഓസ്ട്രേലിയ, കാനഡ, അയർലാൻഡ്, UK, USA പോലുള്ള കൺട്രീസ് നോക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. കാരണം ഓൾറെഡി നമുക്ക് ഇംഗ്ലീഷ് കുറച്ചും കൂടി നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. വേറൊരു ലാംഗ്വേജ് കഷ്ടപ്പെട്ട് പഠിച്ച് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം നമുക്ക് വരില്ല. കാരണം എല്ലാവരും ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. കുറച്ചും ബെറ്റർ അതായിരിക്കും. ദെൻ ആർക്കെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ബെറ്റർ ആണ്. നെതർലാൻഡ് പോലുള്ള കൺട്രീസും ബെറ്റർ ആണ്. ഇതിന്റെ സിലബസ് എന്തൊക്കെയാ? ഈ 1 ഇയർ കോഴ്സിന്റെ സിലബസിൽ എന്തൊക്കെയാ കവർ ആകുന്നത്? ലീഡർഷിപ്പ്, മോട്ടിവേഷൻ, സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ സൈക്കോളജി പഠിച്ച എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, അതിനെങ്ങനെയൊക്കെ ബിസിനസിന്റെ ഫാമിലിയിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ് നമ്മളോട് പഠിക്കുക. പഠിക്കാൻ എങ്ങനെ ടഫ് ആണോ അതോ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിലബസ് ആണോ? UK യൂണിവേഴ്സിറ്റീസ് നോക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാൻ വളരെ എളുപ്പമുള്ള സിലബസ് ആണ്. കാരണം നമുക്ക് ഒരിക്കലും നമ്മുടെ യൂണിവേഴ്സിറ്റീസ് നമുക്ക് പ്രഷർ തരില്ല. നമുക്ക് ഇവിടെ എക്സാംസ് ഉണ്ടാവില്ല. പൊതുവേ മാസ്റ്റേഴ്സിന്റെ എക്സാംസ് ഉണ്ടാവാറില്ല. ഇപ്പം എൻ്റെ കേസിലാണെങ്കിൽ എൻ്റെ യൂണിവേഴ്സിറ്റിക്ക് എനിക്ക് എക്സാംസ് ഇല്ല. എനിക്ക് കൂടുതലും ഗ്രൂപ്പ് പ്രസന്റേഷൻസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ ഒരു കൺസൾട്ടൻസി പോലെ നമുക്കൊരു കൺസൾട്ടൻസി ഉണ്ടാക്കിയിട്ട് നമ്മൾ ഓരോ റിയൽ ലൈഫിൽ അല്ലെങ്കിൽ ഒരു റിയൽ എക്സാമ്പിൾ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഒരു അസസ്മെന്റ് എന്ന് പറയുന്നത് ഓരോ കമ്പനീന്റെ ഏതെങ്കിലും കാര്യങ്ങൾ തന്നിട്ട് നമ്മൾ അത് ചെയ്യാന്നുള്ളതാണ്. അത് അവർ എന്ത് ചെയ്യും, അസസ് ചെയ്യുന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് ഒരു റിട്ടൺ എക്സാമോ മറ്റു കാര്യങ്ങളൊന്നും പൊതുവേ യൂണിവേഴ്സിറ്റീസിൽ ഇല്ല. ചില യൂണിവേഴ്സിറ്റിയിൽ എക്സാംസ് ഉണ്ട് സൈക്കോളജിക്ക്. പാസ് പെർസെന്റേജ് എത്രത്തോളം ഉണ്ട്? ഹലോ, എങ്ങനെ പാസ് പെർസെന്റേജ് എത്രത്തോളം ഉണ്ട്? ഇവിടെ പൊതുവെ എല്ലാവരും പാസ്സാവും യൂണിവേഴ്സിറ്റീസ്. എങ്ങനെ ഇവിടെ എല്ലാരും പാസ്സാവുന്നതാണ്. പിന്നെ ഹലോ, ചോദിച്ചോളൂ. ഫീയും ഒക്കെ എങ്ങനെയാ വരിക? സിവിയോ CV ആണോ ഉദ്ദേശിച്ചത്? അല്ലല്ല, ഫീ എത്രയായിരിക്കും ഈ കോഴ്സിന്റെ? ഫീ ഏകദേശം ഞാൻ പറഞ്ഞ പോലെ 12 മുതൽ വരും. 12 ലക്ഷം മുതൽ 30-40 വരുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അത് യൂണിവേഴ്സിറ്റീസ് എങ്ങനെയൊക്കെ എടുക്കുന്നു എന്നുള്ളതാണ്. ഏതൊക്കെ യൂണിവേഴ്സിറ്റി നമ്മൾ ഏതൊക്കെ ഭാഗത്ത് എത്രത്തോളം റാങ്കിങ്ങിലുള്ള യൂണിവേഴ്സിറ്റീസ് എടുക്കുന്നു അതിനനുസരിച്ചിരിക്കും. ഇപ്പം ഹരിയോട്ട് വാട്ടിൽ ഇതിൽ ആരും അപ്ലൈ ചെയ്തിട്ടുണ്ട് തോന്നുന്നു. നേരത്തെ ആള് ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ 23-24 24,000 പൗണ്ട് 23,000 പൗണ്ടാണ് അവിടെ 1 ഇയർ ഫീസ്. ഏകദേശം നാട്ടിലേക്ക് 25 ലക്ഷം മുതൽ വരും. പിന്നെ സ്കോളർഷിപ്പ് കുറച്ചിട്ട് 19-18 വരും. എന്തായാലും ഒരു 12 മുതൽ കാണണം. ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഏതാ? അപ്പം ബെസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഇപ്പം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, വലിയ വലിയ യൂണിവേഴ്സിറ്റീസ് ഇവിടെ ഉണ്ട്. അപ്പം അതിലേക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പ്രൊഫൈലും അത്രയും ഹൈ ആയിട്ടുണ്ടാവണം. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ അല്ലാതെ ഇഷ്ടംപോലെ നല്ല യൂണിവേഴ്സിറ്റീസ് ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് അവിടെ കൊടുക്കുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ഫീസ് കൊടുക്കേണ്ടി വരും. അഫ്സൽ എന്തോ പറയാണ്ടോ? ചോദിച്ചു. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലൊക്കെ നമ്മുടെ മാർക്കാണോ ബേസ് ചെയ്യുന്നത്? അതാ ഇനി എൻട്രൻസ് എക്സാം? മാർക്ക്, ഇന്റർവ്യൂ, എൻട്രൻസ് എക്സാമും കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ. കാരണം ഇവിടെ പഠിച്ചവർക്ക് തന്നെ മിക്ക ആളുകൾക്കും
കിട്ടാൻ കുറച്ച് ടഫുള്ള ഒരു യൂണിവേഴ്സിറ്റി ആണ്. നിങ്ങൾക്ക് അറിയാലോ എത്രത്തോളം റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റീസ് ആണെന്നുള്ളത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ടഫുകൾ അവിടെ കിട്ടാനുണ്ടാവും. അല്ലാതെ ഒരുപാട് നല്ല യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ഇവിടെ. ഹരിയോട്ട് വാട്ടൊക്കെ നല്ല യൂണിവേഴ്സിറ്റീസ് ആണ്. ടോപ്പ് 20 വരുന്ന യൂണിവേഴ്സിറ്റിയാണ് ഹരിയോട്ട് വാട്ടൊക്കെ. അല്ല, ഓക്സ്ഫോർഡും കാംബ്രിഡ്ജും ഒഴികെ വേറെ ഏതാ നല്ലത് ഞാൻ ചോദിച്ചത്. ഹരിയോട്ട് വാട്ട് നല്ല യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടൻ കുഴപ്പമില്ല. പിന്നെ അതുപോലെ ഗ്രീനിച്ച് യൂണിവേഴ്സിറ്റി ഉണ്ട്, അതുപോലെ എഡിംബറ യൂണിവേഴ്സിറ്റി ഉണ്ട്. അതൊക്കെ നല്ല യൂണിവേഴ്സിറ്റീസ് ആണ്. ഫീസ് ഇത്ര തന്നെ ആയിരിക്കും അല്ലേ എല്ലായിടും? 23 അത് lakhs. ഇപ്പൊ എന്റെ യൂണിവേഴ്സിറ്റീസിലാണെങ്കിൽ എനിക്ക് ടോട്ടല് 16 ലക്ഷം ആയിരുന്നു ഫീസ്. ആഫ്റ്റർ സ്കോളർഷിപ്പ് എല്ലാം കൂടി 12-ലെത്തി. അപ്പം ഒരു യൂണിവേഴ്സിറ്റി ഡിപ്പെൻഡ്. ഇപ്പം എഡിംബറ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ടോപ്പ് 5-ലുള്ള യൂണിവേഴ്സിറ്റിയാണ് എഡിംബറ യൂണിവേഴ്സിറ്റി. അതിന്റെ ഫീസ് എന്ന് പറയുന്നത് 35 വരുന്നത്. 35 ലക്ഷമാണ്. നമ്മൾ സ്കോളർഷിപ്പ് കൂടി കുട്ടിയാൽ എന്തായാലും ഒരു 25-ന് മുകളിൽ 25-ന്റെ അടുത്ത് എന്തായാലും വേണ്ടി വരും. 12 ലക്ഷം നമുക്ക് പാർട്ട് ടൈമിലൂടെ തന്നെ മീറ്റ് ചെയ്യാൻ കഴിയുമോ? അത് പാർട്ട് ടൈമിലൂടെ മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാല് ഇവിടെ 20 hours ആണ് ലിമിറ്റ് ഉള്ളത്. നമുക്ക് ഒരു വീക്കിൽ 20 hour ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 1 hour നമുക്ക് പണിയെടുത്താൽ ഇപ്പം ന്യൂ പേ റേറ്റ് എന്നുള്ളത് ഇവിടെ 12.50 ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്നെ ഒന്ന് കൂട്ടി നോക്കി, ഒരു മന്ത്ലി 80 hours 80 മണിക്കൂറാണ് പണിയെടുക്കാനുണ്ടാവുക. അപ്പൊ എങ്ങനെ മീറ്റ് ചെയ്യാം? കാരണം ഇവിടെ റെന്റ് അടയ്ക്കണം, അതുപോലെ തന്നെ ഫുഡ് കാര്യങ്ങളുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. അപ്പം ഞാനിവിടെ വരുന്ന എല്ലാവരോടും ഫീസ് അടയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ എല്ലാ കാര്യം ചെയ്യാൻ പറ്റും എന്ന് പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് പണിയെടുക്കാൻ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, പാർട്ട് ടൈം ചെയ്യാനും നിങ്ങൾ ഓക്കെ ആണെങ്കിൽ UK നിങ്ങൾക്ക് പ്രശ്നമില്ല. നേരത്തെ നിങ്ങൾക്ക് കുറച്ചൊരു മടിയൊക്കെ ആണ്, ലേസിയൊക്കെ ആണെങ്കിൽ UK നിങ്ങൾക്ക് വലിയൊരു പണിയാവും. കാരണം എന്താ വെച്ചാൽ പൗണ്ട് റേറ്റ് നിങ്ങൾക്ക് അറിയാൻ മതിയാവും, 110-112 നിൽക്കുന്നതാണ്. അപ്പൊ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പൈസ അയക്കാന്നുള്ളത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം പാർട്ട് ടൈം നിങ്ങൾക്ക് ചെയ്യാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ മീറ്റ് ചെയ്യാനൊക്കെ പറ്റും, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇപ്പൊ ആഫ്റ്റർ PSW 2 year നിങ്ങൾക്ക് ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ വലിയൊരു ഇഷ്യൂ ഉള്ള കൺട്രി അല്ല. ബട്ട് വരുന്ന സമയത്ത് എപ്പോഴും കറന്റ്ലി എന്തൊക്കെ നിയമങ്ങളാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ UK ഗവൺമെന്റ് എന്തെല്ലാം വൈറ്റ് പേപ്പേഴ്സ് ആണ് കൊണ്ടുവരുന്നത് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം ഇങ്ങോട്ട് വരാന്. സാറ് ഇഗ്നോട് BA ചെയ്തിട്ടാണോ പോയത് അതോ? അതെ, ഞാൻ ഇഗ്നോന്റെ BA സൈക്കോളജി ചെയ്തിട്ടാണ് പോയത്. BA ജനറലിൽ സൈക്കോളജി സ്പെഷ്യലൈസ് ചെയ്തിട്ടാണ് പോയത്. ഞാൻ നിങ്ങളെ BA PH എന്ന് പറഞ്ഞ ആ കോഴ്സ് അല്ല, ഞാൻ BA സൈക്കോളജി BA ജനറലിൽ സൈക്കോളജി ചെയ്തത്. ഞാൻ ജനറൽ അല്ല, BA സൈക്കോളജി ഹോണർ സ്റ്റുഡന്റ് ആണ്. കുറച്ചുകൂടി ബെറ്റർ അതാണ്. ഞാൻ ജനറലായിരുന്നു, എനിക്ക് സോഷ്യോളജി ആയിരുന്നു മറ്റൊരു വിഷയം ഉണ്ടായിരുന്നു. ഹലോ, ചോദിച്ചോളൂ. ഈ പാർട്ട് ടൈം എത്ര അവേഴ്സ് വർക്ക് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്? 20 hours per week. 20 hours അങ്ങനെ അതൊരു ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ടൈമാണ് അല്ലേ? ലിമിറ്റ്. അതിനധികം നമ്മൾ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റൂല. ബട്ട് വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട്, വർക്ക് ചെയ്യുന്നവരുണ്ട്, വർക്ക് ചെയ്യാൻ പറ്റൂല. ലിവിങ് എക്സ്പെൻസസ് ഒക്കെ ലിവിങ് എക്സ്പെൻസ് നമുക്കൊരു പാർട്ട് ടൈം ജോബ് കിട്ടിക്കഴിഞ്ഞാൽ മീറ്റ് ചെയ്യാൻ പറ്റിയ ലിവിങ് എക്സ്പെൻസ് ഇവിടെ ഉള്ളൂ. പിന്നെ നമ്മുടെ എത്രത്തോളം ജീവിതം നമ്മൾ നോക്കുന്നു അതിനനുസരിച്ച് നമ്മൾ ഹൈ ക്വാളിറ്റി ജീവിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് പൈസ ഇവിടെ കൊടുക്കേണ്ടി വരും. റെന്റ് ഷെയറിങ് ഒക്കെ നോക്കുകയാണെങ്കിൽ 350 pound പെർ മന്ത് നമുക്ക് വരും. എല്ലാ ഷെയറിംഗ് ഒന്നും എല്ലാം റൂമിൽ ഒറ്റയ്ക്ക് പറ്റുള്ളൂ എന്നാണെങ്കിൽ 500-600 pound വരും. അത് സ്ഥലങ്ങൾ അനുസരിച്ചിരിക്കും. ഞാൻ നിൽക്കുന്നത് ലണ്ടനിലാണ്, അഥവാ യുകെന്റെ ഇംഗ്ലണ്ടിന്റെ ക്യാപിറ്റലിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം എല്ലാവർക്കും അറിയാം UK എന്ന് പറയുന്ന 4 countries ആണെന്ന് എല്ലാവർക്കും അറിയില്ലേ. സ്റ്റുഡൻസ് ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഡിപെൻഡൻസിനൊക്കെ അത് അലൗഡ് അല്ല ഇപ്പം. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ വരാൻ പറ്റും. മാസ്റ്റേഴ്സ് റിസർച്ച് എടുക്കണം. അതിന് സൈക്കോളജി അതിൽ വരുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, നോക്കണം. മാസ്റ്റേഴ്സ് റിസർച്ച് പ്രോഗ്രാം എടുക്കുന്നവർക്ക് ഡിപെൻഡന്റ് അലൗഡ് ആണ്. അല്ലാതെ മാസ്റ്റേഴ്സ് ഇൻ റിസർച്ച് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ഉണ്ട് ഇവിടെ. മാസ്റ്റേഴ്സ് ഇൻ റിസർച്ച് ആ കോഴ്സ് എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിപെൻഡന്റ് അലൗഡ് ആണ് ഇവിടെ. അതിനുള്ള ആ കോഴ്സ് എടുക്കാനുള്ള നമുക്ക് ഡിഗ്രി മതി, വേറെ ഒന്നും വേണ്ട. നമ്മൾ ഈ സെയിം BA PCH മതി, പ്രശ്നമില്ല. പക്ഷെ ആ നിയമങ്ങൾ അതാ പറഞ്ഞത്, യുകെന്റെ കാര്യത്തിൽ എപ്പോഴും നിങ്ങൾ വരുന്ന സമയത്ത് എപ്പോഴും നിയമങ്ങളെ കുറിച്ച് നിങ്ങൾ എപ്പോഴും അവയർ ആയിരിക്കണം. കാരണം എപ്പോഴാണ് ഇവിടെ നിയമം മാറാന്നുള്ളത് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ വരുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ഇൻടേക്കിലായിരുന്നു ഡിപെൻഡന്റ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നത്.
ഇപ്പം ഉം, ഉം. നിലവില് ഡിപ്പെൻഡന്റ് മാസ്റ്റേഴ്സ് റിസർച്ചിന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ PhD പ്രോഗ്രാംസിനും ഉണ്ട്. അപ്പൊ അവർക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കേ. നിങ്ങളെ നമ്പർ തരുമോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ചോദിക്കാലോ. അത് നിങ്ങള് സൈക്യൂനെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ. അവര് സാർ ഏത് യൂണിവേഴ്സിറ്റിയിലാ ചെയ്യുന്നത്? എങ്ങനെ? സാർ ഏത് യൂണിവേഴ്സിറ്റിയിലാ ചെയ്യുന്നത്? ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടനിലാണ്, അതിന്റെ സ്റ്റാറ്റ്ഫോർഡ് ക്യാമ്പസ്. ഓക്കെ. സാറേ ഇൻബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ. കരിയർ ഗ്യാപ്പ് ഇഷ്യൂ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അമ്പിളി. കരിയർ ഗ്യാപ്പ് അത് യൂണിവേഴ്സിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം നിങ്ങൾക്ക് ഗ്യാപ്പ് നമ്മൾ എന്തായാലും തെളിയിച്ചു കൊടുക്കണം. കാരണം യൂണിവേഴ്സിറ്റിയിൽ മാത്രമല്ല, നമ്മൾ വിസന്റെ സമയത്ത് നമ്മൾ നോക്കണം. അത് അവർ ചോദിക്കും എന്താ ഗ്യാപ്പ് വന്നെന്നുള്ളത്. കാരണം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെക്കണം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം കൊണ്ടാണെങ്കിൽ അത് അവരെ തെളിയിച്ചു കൊടുക്കണം. 1-2 വർഷമൊക്കെ ആണെങ്കിൽ നോ ഇഷ്യൂസ്. മോർ ദാൻ 10 ഇയർ 5 ഇയർ ഒക്കെ ആണെങ്കിലാണ് പൊതുവെ ഇഷ്യൂസ് വരാറുള്ളത്. കാരണം എനിക്കൊക്കെ ഓൾറെഡി കൊറോണയുടെ സമയം കഴിഞ്ഞതായതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടാനും മറ്റ് കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കൊരു 1 ഇയർ 1.5 ഇയർ എനിക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അവർ മൈൻഡ് ചെയ്യില്ല. ഒരു വർഷമൊന്നും അവർ നോക്കത്തില്ല. മോർ ദാൻ 5 ഇയർ ഒക്കെ ആണെങ്കിലാണ് അവർ പൊതുവെ ഇഷ്യൂ ആക്കുള്ളൂ. ഞാൻ മറ്റ് കുറച്ച് യൂറോപ്യൻ കൺട്രീസ് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ യൂറോപ്യൻ കൺട്രീസ് ഒഴിവാക്കാനുള്ള കാരണം ഒന്ന് അവിടുത്തെ ലാംഗ്വേജ് റിക്വയർമെന്റ് ആണ്. കാരണം നമുക്ക് സൈക്കോളജി അറിയാലോ, നമുക്ക് കൂടുതലും ഹാൻഡിൽ ചെയ്യാണ്ടാവുക അവിടുത്തെ ആളുകളായിരിക്കും. അപ്പം നമുക്ക് അത്രയും ഇമോഷണലി അല്ലെങ്കിൽ അവരെ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ലാംഗ്വേജ് അത്രയും നമുക്ക് അറിഞ്ഞിട്ടുണ്ടാവണം. അപ്പം ഇംഗ്ലീഷ് ആകുമ്പോൾ പിന്നെ നമ്മൾ ചെറുപ്പം മുതൽ പഠിച്ചതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ ഇതിലാണ് ഞാൻ UK ലാസ്റ്റ് എത്തിയത്. ആരെങ്കിലും ചോദിക്കാണ് ഇനി? ഓക്കെ, ഏകദേശം 1 hour ആയിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. ഹലോ. ചോദിച്ചോളൂ. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഏജൻസി ത്രൂ ആണ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പ്രിഫർ ചെയ്യണുണ്ടോ? ഏജൻസിനെ ഞാൻ പ്രിഫർ ഒന്നും ചെയ്യൂല. കാരണം ഏജൻസികളൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ടാണ്. കാരണം UK കാര്യം ആയതുകൊണ്ടും നിയമങ്ങൾ മാറി മറിയുന്നുണ്ടും. കാരണം എല്ലാവരും പൈസ നോക്കുന്നതും ഉണ്ട്. ഇപ്പം നിങ്ങളാണെങ്കിലും ഒരു വലിയൊരു ഹ്യൂജ് എമൗണ്ട് കൊടുത്തിട്ടല്ല ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഞാൻ ഇപ്പൊ വന്ന ഏജൻസി നല്ലതായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പൊ എനിക്ക് എപ്പോഴും നിങ്ങൾക്ക് അത് സജസ്റ്റ് ചെയ്താലും പറ്റൂല. അപ്പൊ ഏറ്റവും നല്ലത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത്. കുറച്ച് റിവ്യൂസും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം എനിക്കൊരു ഏജൻസിനെ എന്താ പറയാൻ പറ്റില്ല, പറഞ്ഞുതരാൻ പറ്റിയ ഇതിലല്ല. കാരണം ഇവിടെ നിയമങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, മാറി മറിഞ്ഞു വരുന്ന നിയമങ്ങളാണ്. അപ്പം നിങ്ങളോട് ഏജൻസി എങ്ങനെ പറയുന്നുള്ളതും അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മള് അതുപോലെ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്യാൻ നോക്കുക എന്നുള്ളതാ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. കാരണം അപ്ലൈ നമുക്ക് ചെയ്യണം. എന്നിട്ട് അവിടെ നമുക്കൊരു ഓഫർ ലെറ്റർ വരും. അപ്പം എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടെങ്കിൽ കണ്ടീഷണൽ ഓഫർ ലെറ്റർ ആണ് വരിക. കണ്ടീഷൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ ആയിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഏജൻസി കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. ഏജൻസി എന്ന് പറയുന്ന കാര്യം, ഏജൻസി നിങ്ങൾക്ക് ചെയ്തു തരാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാല് ഈ അപ്ലൈ ചെയ്യുന്നത് അവര് ചെയ്യും. അവരെ സൈറ്റ് അവരെ ID വെച്ച് ചെയ്യും. അതിനുശേഷം അവര് എങ്ങനെ അല്ലല്ല അത് ഇവിടെ പറഞ്ഞത് സോറി. അവര് ID വെച്ച് അവരെന്ത് ചെയ്യും, നിങ്ങൾക്ക് അപ്ലൈ ചെയ്തു തരും. നിങ്ങളെ വിസന്റെ കാര്യങ്ങളെല്ലാം അവർ ചെയ്തു തരും. അതിന് അവർ UK കാര്യത്തിൽ നിങ്ങൾ ഒരു ഏജൻസിക്ക് പൈസ കൊടുക്കണ്ട. അത് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞുതരാം. UK നിങ്ങൾ വരെ UK, കാനഡ, USA, ഓസ്ട്രേലിയ പോലുള്ള വലിയ കൺട്രീസിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ ഏജൻസിക്ക് 5 പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ പൈസ കൊടുക്കേണ്ട. അതില്ലാത്ത ഏജൻസി ഇഷ്ടം പോലെ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഓൾറെഡി അവർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വലിയൊരു എമൗണ്ട് അവർക്ക് കിട്ടും. ഇപ്പൊ യൂണിവേഴ്സിറ്റി ഓരോ യൂണിവേഴ്സിറ്റി നിങ്ങൾ അടയ്ക്കുന്ന ഫീസിന്റെ ഇത്ര ശതമാനം ആ ഏജൻസിക്ക് ഉള്ളതാണ്.
ഓക്കെ. പിന്നെ നമ്മള് ഈ സ്റ്റേ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം അത് ചില ഏജൻസീസ് എന്നിരുന്നോ? നമുക്ക് ചെയ്തു തരും. പിന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഇപ്പം UK-ലേക്ക് വരുന്ന സമയത്ത് ഓരോ കോണ്ടാക്ട്സ് ഇപ്പം UK-യിൽ ഇപ്പം തീരെ അറിയാത്തവർക്ക് ഇപ്പം ഞാനിപ്പോൾ UK-യിൽ അറിയുന്ന ഒരാളായി. അതുപോലെ നിങ്ങൾ ഓരോ പ്രോസസ്സ് തുടങ്ങുന്ന സമയത്ത് ഓരോരുത്തരും കോണ്ടാക്ട് കിട്ടും അവിടെ നിന്നൊക്കെ ആയിട്ട്. അങ്ങനെ കോണ്ടാക്റ്റുകൾ വർദ്ധിപ്പിക്കണം. അത് UK-യിൽ ഏത് കൺട്രീസിൽ പോകുമ്പോഴും മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നെക്സ്റ്റ് എനിക്ക് ഡെപ്പോസിറ്റ് എമൗണ്ട് അങ്ങനെ ഒരു കേസ് വരുന്നില്ല. ഏത് ഡെപ്പോസിറ്റ് എമൗണ്ട് ആണ്? ബാങ്ക് ബാലൻസ്. ആ ബാങ്ക് ഷോ മണി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 13 ലക്ഷം അടുത്ത് വരുന്നുണ്ട്. അത് നമ്മൾ ബാങ്കിൽ കാണിക്കണം. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം. പിന്നെ എഡ്യൂക്കേഷൻ ലോൺ പോലുള്ള കാര്യങ്ങൾ ഇപ്പം അവൈലബിൾ ആണ്. എല്ലാ ബാങ്കുകളിലും അവൈലബിൾ ആണ് ബാങ്ക് ലോണുകൾ. എഡ്യൂക്കേഷൻ ലോൺ നിങ്ങൾക്ക് പഠനം കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി, അത് റീപേയ്മെന്റ് തുടങ്ങിയാൽ മതി. അപ്പം എഡ്യൂക്കേഷൻ ലോണും കാര്യങ്ങളും SBI-യിലുണ്ട്. അതുപോലെ തന്നെ എല്ലാ ബാങ്കുകളിലും എഡ്യൂക്കേഷൻ ലോൺസ് ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള പൈസ അവിടെ നിന്ന് കിട്ടും. ഏജ് ബാർ ഉണ്ടോ അവിടെ? ഇല്ല, ഏജ് ബാർ ഇവിടെ ഇല്ല. ഇപ്പൊ എന്റെ യൂണിവേഴ്സിറ്റിയിൽ എന്റെ ഒപ്പം പഠിക്കുന്ന ആള് 65 വയസ്സ് കഴിഞ്ഞ ആൾ എന്റെ ഒപ്പം പഠിക്കുന്നുണ്ട്. ഓക്കെ സർ. ഏജ് ബാർ ഒന്നുമില്ല. നമുക്ക് ഇവിടെ MA ചെയ്തിട്ട് അവിടെ ഒന്ന് പഠിക്കാൻ പറ്റുമോ? നിങ്ങൾ നാട്ടിൽ ഏത് കോഴ്സ് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് MA പഠിച്ചു കഴിഞ്ഞാൽ ഇവിടേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ MA മറച്ചു വെക്കേണ്ടി വരും. കാരണം ഹൈ ക്വാളിഫൈഡ് ആവാൻ പറ്റില്ല. ഇവിടെ ജോബിന് പോലാണ് ഹൈ ക്വാളിഫൈഡ് ആവാൻ പറ്റില്ല. നമ്മളെപ്പോഴും പാകത്തിനുള്ളാവാൻ മാത്രമേ പറ്റുള്ളൂ. നമ്മുടെ മാർക്കൊക്കെ അവിടെ നോക്കുമായിരിക്കും അല്ലേ? മാർക്ക് നോക്കും. മാർക്ക് 55-ന് മുകളിൽ മിനിമം വേണം. അതിന് പറയാൻ പറ്റും. അതിന് കുറഞ്ഞാല് നല്ല യൂണിവേഴ്സിറ്റിയിൽ പൊതുവെ കിട്ടൂല. താങ്ക് യു സർ. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സൈക്കോന്ന് ചോദിച്ചാൽ മതി. അവര് എന്റെ കോൺടാക്ട് ലിസ്റ്റും കാര്യങ്ങളും തരും. ചോദിച്ചാൽ മതി. ഇങ്ങോട്ട് വരുന്നവരാരെയും ഉണ്ടെങ്കിൽ പറയാം. സെഷൻ വൈൻഡപ്പ് ചെയ്യല്ലേ? ഞാൻ ആർക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, താങ്ക് യു ഫോർ വണ്ടർഫുൾ സെഷൻ അജ്മൽ സർ. നമ്മുടെ സ്റ്റുഡൻസിന്റെ വലിയൊരു പരാതിയും പരിഭവമൊക്കെ ആയിരുന്നു. എങ്ങനെയാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് ഇന്റർനാഷണൽ സ്റ്റഡി സാധ്യമാവുമോ? ഇഗ്നോനെ പഠിച്ചാണ് ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങ് പേടിക്കണ്ട, കിട്ടും. അതെ, ഇന്റർനാഷണൽ സ്റ്റഡിക്ക് സാധ്യത ഉണ്ടോന്നൊക്കെ പല വിദ്യാർത്ഥികളും നമ്മോട് നിരന്തരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പൊ അതിന്റെ ഒക്കെ ആ സംശയങ്ങളൊക്കെ ഇവിടെ മാത്രമല്ല, ഫ്രാൻസിലുണ്ട്. അതുപോലെ തന്നെ മിക്ക കൺട്രീസിലും ഇഗ്നോ പഠിച്ചവരെ എനിക്ക് പേഴ്സണലി അറിയാം. അപ്പം ഇഗ്നോയിൽ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, അതിനോട് പേടിക്കുന്നു വേണ്ട. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു പേയ്മെന്റ് ചെയ്താലും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൈമിൽ ഉണ്ടാവണം. കാരണം ഒരു യൂണിവേഴ്സിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കാണ്ടാവണം, അത്രേ ഉള്ളൂ. ഓക്കെ, അതിന്റെ കൃത്യമായിട്ടുള്ള വിവരണം അജ്മൽ സാർ നമുക്ക് തന്നു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഈ വിഷയവുമായിട്ട് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ സൈക്കോ ലേണിംഗുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഓക്കെ. പിന്നെ നമ്മൾ നേരത്തെ ഒരു സ്റ്റുഡന്റ് ചോദിച്ചൊരു ചോദ്യമായിരുന്നു. അല്ല, ഞാൻ ഈ വിഷയം പറയാണ്. നമുക്ക് ബിസിനസ് സൈക്കോളജിയിൽ നമുക്ക് ഒരാൾക്ക് സാധ്യത ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ എബിലിറ്റി എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമുക്ക് ഏത് ഫീൽഡിലേക്ക് പോകാനാണോ, നമ്മുടെ ഒരു ഉള്ളിൽ എന്ത് എബിലിറ്റിയാണോ ഉണ്ട്, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പറ്റിയ കോഴ്സുകൾ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ബിസിനസ് സൈക്കോളജി ഉണ്ട്. ഇപ്പോൾ ബിസിനസ് സൈക്കോളജി അജ്മൽ സാർ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇനി വരുന്ന ഒരു കാലത്തേക്കുള്ള ഒരു സ്കോപ്പാണ്. അതുപോലെ സ്പോർട്സ് സൈക്കോളജി ഉണ്ട്, ഫോറൻസിക് സൈക്കോളജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ കുറിച്ചുള്ള സ്കോപ്പുകളും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ പുതിയതായിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് സൈക്കോ ലേണിങ്ങിനെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. സൈക്കോ ലേണിംഗ് എന്നത് ഇഗ്നോയിൽ BA PCH സൈക്കോളജി കോഴ്സ് നൽകുന്ന ഒരു ട്യൂഷൻ പ്ലാറ്റ്ഫോമാണ്. നമുക്ക് ഡെയിലി രാത്രി കൃത്യം 7:30 മുതൽ ഒരു 1 hour 8:30 വരെയുള്ള ലൈവ് സെഷൻസ് ഡെയിലി നടക്കാറുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഇയർ ആയിക്കോട്ടെ, സെക്കൻഡ് ഇയർ ആയിക്കോട്ടെ, തേർഡ് ഇയർ ആയിക്കോട്ടെ, ആർക്ക് ആണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഡെയിലി ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ഒരു 2-3 ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാം. എന്നിട്ട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ബാക്കി പ്രോസസ്സിലേക്ക് കിടന്നാൽ മതി. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി ഗ്രൂപ്പിലൂടെ
ഷെയർ ചെയ്യും. ലൈവ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്, റെക്കോർഡ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്, ഓരോ ചാപ്റ്ററിൻ്റെയും ഷോർട്ട് നോട്ട്സ് കൊടുക്കുന്നുണ്ട്, അസൈൻമെൻറ്റ് സൊല്യൂഷൻ, അതുപോലെ പ്രാക്ടിക്കൽ ഗൈഡൻസ്, ഡിസർട്ടേഷൻ ഗൈഡൻസ്, 24/7 മെൻറ്റേഴ്സ് എല്ലാം നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം സമയമായിട്ടുണ്ട്, വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ ജോയിനിങ് അസ്. താങ്ക് യു സർ.